കാരണം കസബ എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങി കഴിഞ്ഞിട്ട് അതിനകത്ത് മമ്മൂട്ടി ഒരു ഫീമെയിൽ പോലീസുകാരിയുടെ പാൻറ്റിൽ പിടിച്ച് വലിക്കുക, അങ്ങനെ എന്തോ ഒരു സീനുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ പറഞ്ഞ മീൻ വറുത്തത് കിട്ടാത്തപ്പോൾ മുതൽ ഫെമിനിസ്റ്റ് ആയവരടക്കമുള്ളവർ വന്നിട്ട് അതിനകത്ത് പറഞ്ഞു ഭയങ്കര സ്ത്രീ വിരുദ്ധതയാണ് കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്നത് ഒരുപാട് സംസാര വിഷയവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പാർവതി തിരുവോത്ത് തന്നെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു പദപ്രയോഗമാണ്. എന്താണ് സൂപ്പർ സ്റ്റാർ? സൂപ്പർ സ്റ്റാർ ഇസ് എ ബുൾഷിറ്റ് വേർഡ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് മനോഹരോ ഏതൊരു സിനിമ മോഹൻലാലും മമ്മൂട്ടിയും എല്ലാവരും അഭിനയിക്കുന്നൊരു പടം പാർവതി അടക്കം ഉള്ളൊരു സിനിമ വന്നപ്പോൾ പറയുന്നു എ ലോട്ട് ഓഫ് സൂപ്പർ സ്റ്റാർസ് കമ്പൈനിങ് ടുഗെദർ. ഒരു നിലപാടുള്ള ഒരാളൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഏത് കാര്യത്തിലും നിലപാട് അയാൾ അതിൽ ഉറച്ചു നിൽക്കും. ഇപ്പൊ ഞാൻ ആ ഒരു കാര്യത്തിൽ രാഹുൽ ഈശ്വറിനെ ഞാൻ അറിയില്ല, മെൻസ് കമ്മീഷന്റെ കാര്യം വട്ടിയൂർക്കാവ് അജിത് കുമാറിനെ ഞാൻ ഓപ്പോസ് ചെയ്യുമ്പോൾ പോലും രാഹുൽ ഈശ്വർ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടെ കോൺഗ്രസിനോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ വേടനെതിരെ കിട്ടിയപ്പോൾ ശ്രീകാന്ത് വെട്ടിയാർക്കെതിരെ വന്നപ്പോഴൊക്കെ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷെ എന്നാലും ഞാൻ ഓപ്പണായിട്ട് പറയില്ലേക്ക് ഇത് വ്യാജമാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ബട്ട് സ്റ്റിൽ അറ്റ് ദ സെയിം ടൈം ഇവർ കുറച്ച് അനുഭവിക്കേണ്ടതാണെന്നുള്ളത്. ഇപ്പോൾ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെൻ്റൽ സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്. ഫിസിക്കൽ സ്ട്രെങ്ത് വൈസ് നമ്മൾ ബയോളജി പരമായിട്ട് നോക്കുകയാണെങ്കിൽ ആർ മെൻ സ്ട്രോങ്ങർ തന്നെ. യെസ്, അബ്സല്യൂട്ട്ലി. യെസ്, എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതും ഈ പറയുന്ന പോലെ ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറയാം. ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഗ്രൂപ്പിൽ ഈ പറയുന്ന പോലെ ഒരു ഡിസ്കഷൻ വന്ന ടൈമിൽ എന്തോ ചാർജിങ് റിലേറ്റഡ് ഇഷ്യൂ. അപ്പോൾ ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ അതിനകത്ത് പറഞ്ഞു പോയി, നമ്മൾ കെയർ ചെയ്യുന്നവരാണ് പ്രായമായ ലേഡീസൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പ്രായമായവർക്കും ലേഡീസിനൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. ബട്ട് ഒരു സർട്ടൺ പേഴ്സൺ, ആ ഒറ്റൊരു പേഴ്സൺ വന്നിട്ട് ആ ഗ്രൂപ്പിൽ എൻ്റെ അടുത്ത് ചോദിച്ചു അതെന്താ അങ്ങനെ ഒരു ടോക്ക്. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ ലേഡീസിനൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളൊരു ടോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഒരു വണ്ടിയായിട്ട് യാത്ര ചെയ്യുന്നു, ഒരു ഫ്ലാറ്റ് ടയർ വന്നു, ഇപ്പോൾ ഒരു ലേഡി ഒറ്റക്കാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ആണാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അവനെ കൊണ്ട് ആ സ്റ്റെപ്പിനെയും കാര്യങ്ങൾ പൊക്കിയെടുത്ത് മാറ്റാനും ഒക്കെ മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരെ കൊണ്ടും പറ്റുമായിരിക്കും. പക്ഷെ ഒരു ലേഡി ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു അതെന്തുകൊണ്ട്, ഞങ്ങൾ പഠിച്ചെടുത്താൽ ഞങ്ങൾക്ക് ചെയ്യാന്നുള്ള കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ബിൽഡ് ഈസ് ഡിഫറെൻറ്റ്. ചിലപ്പോൾ ഇതിന് നല്ല വെയിറ്റ് വരുമ്പോഴത്തേക്കും ചില ലേഡീസ്, എല്ലാവരും നല്ല 90% ഫിസിക്കലി സ്ട്രോങ് ആയിട്ടുള്ള, പക്ഷെ ഭൂരിഭാഗം ആളുകൾ സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ നടന്ന് തർക്കിക്കുകയാണ്. അത് ഇപ്പോൾ ഞാൻ പറഞ്ഞു മെൻ അത് അവരുടെ ഫിസിക്കാലിറ്റി അങ്ങനെ ആയതുകൊണ്ട് അല്ല, അങ്ങനെയല്ല, അത് ഞങ്ങളുടെ മസിൽസ് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്തിട്ടില്ല. ഞങ്ങളത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതും സാധിക്കും. കാരണം ആണുങ്ങളെക്കാളും ഫിസിക്കലുള്ള എത്രയോ പെണ്ണുങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു ശരിയാണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോണ്ട റോസി ലോകത്തെ ബോക്സിംഗ്, റോണ്ട റോസിക്ക് എന്നെ നദീമിനൊക്കെ അടിച്ചിടാൻ പറ്റുമായിരിക്കും. അത് ട്രെയിൻഡ് ആണ്. ട്രെയിൻഡ് ആണ്. റോണ്ട റോസിക്ക് മൈക്ക് ടൈസനായിട്ട് അടിവിടാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. പറ്റുമോ? ഇല്ല, ഫസ്റ്റ് അടിക്ക് മൈക്ക് ടൈസൺ നിർത്തിവിടും. അല്ലെങ്കിൽ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ബോക്സറിനായിട്ട് റോണ്ട റോസിക്ക് അടിവിടാൻ പറ്റില്ല. അത് റോണ്ട റോസി എന്ന് പറയുന്ന വ്യക്തി തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഐ എം എ സ്ട്രോങ് വുമൺ, ഐ എം നോട്ട് എ സ്ട്രോങ്ങർ ദാൻ മെൻ. On an average, if a simple trained man can fight with me simply. ഇപ്പോൾ സെറീന വില്യംസ് ലോകത്തെ നമ്പർ 1 ടെന്നീസ് താരമായിരുന്നു. 200 പുള്ളിക്കാരത്തി തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. മെൻസ് റാങ്കിങ്ങിൽ 200ാം സ്ഥാനത്തിൻ്റെ മുകളിലുള്ള 200ന് മേലെ 199ാമത്തെ സ്ഥാനത്തുള്ളവരായിട്ട് പോലും എനിക്ക് അടിച്ച് ജയിക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ പക്ഷെ അത് റീസെന്റ് എന്തോ ഒരു മാച്ച് ഭയങ്കര എംബാരസിംഗ് ആയിരുന്നു. വേറൊരു എക്സാമ്പിൾ 216ാം സ്ഥാനത്ത് അങ്ങനെ എന്തായിരുന്നു. വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വിമൻസ് സോക്കർ പ്ലേയേഴ്സ്, അവര് ഫുട്ബോൾ പ്ലേയേഴ്സ് വീഡിയോസ് അവര് പറയും. ഞാൻ പറയുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾ റീല് ഇപ്പൊ ഇത് റീലാക്കുവാണെങ്കിൽ അതിന്റെ താഴെ ഞാൻ ക്ലിപ്പ് അയച്ചു തരാം. അലീഷ ലേമനെ പോലെയുള്ള ഫുട്ബോൾ പ്ലേയേഴ്സ് ഒക്കെ പറയുന്നുണ്ട് ഡഗ്ലസ് കോസ്റ്റ് ഒക്കെ എനിക്ക് കിട്ടുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് കിട്ടുന്നത്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ ഇതാണെന്ന് പറഞ്ഞിട്ട് ഏതൊരു ടീം, ഞാനത് ഓർക്കുന്നില്ല, അമേരിക്കൻ വുമൻസ് ടീമും ഓസ്ട്രേലിയൻ വുമൻസ് ടീമും അണ്ടർ 15 ബോയ്സിന്റെ കൂടെ കളിക്കാൻ പോയിട്ട് 7-0 ആദ്യത്തെ ഹാഫിൽ തന്നെ 7-0 തോറ്റു വാങ്ങി. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബയോളജിക്കലി നമ്മൾ നോക്കിയാൽ ബിൽറ്റ് വൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മെൻ ആർ സുപ്പീരിയർ ആ ഒരു കാര്യത്തിൽ, സ്ട്രോങ്ങർ എന്ന് വെച്ചാൽ എല്ലാവരും സ്ട്രോങ്. ഇപ്പൊ പറഞ്ഞ പോലെ റോണ്ട റൗസി ആയിട്ട് ഒരു ഒരുമിച്ച് പോയി പറ്റില്ല. അതേസമയം ദേ ഹാവ് ദെയർ ഓൺ സ്ട്രെങ്സ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്ന ഇൻസിഡന്റ് ഇതാണ്.
ഞാനൊരു കാര്യം ഇങ്ങനെ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു വന്നതിന് അതിനെ സംസാരിച്ച് ഞാൻ വേറെ ലെവലുകളിലോട്ട് എത്തി, ആ ഒരു രീതിയിലേക്ക് എത്തിയ അവർ ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെയായിരിക്കും. ഇതൊരു പാറ്റേൺ ആണ് ഇവർ എപ്പോഴും ലൈക്ക് ഒഫൻഡഡ് ആവുക. ഫസ്റ്റ് തന്നെ ഒഫൻഡഡ് ആയി കഴിയുമ്പോൾ നമ്മളത് പാസിഫൈ ചെയ്യാനും ജസ്റ്റിഫൈ ചെയ്യാനും നിൽക്കും. നമ്മൾ ഈ നമ്മുടെ പോയിന്റ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ നോക്കുമ്പോൾ അവർ അടുത്തത് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഗോൾ പോസ്റ്റ് അങ്ങ് മാറ്റും. ഇപ്പോൾ ടയർ മാറ്റാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പം നദീം ലൈക്ക് സ്ത്രീകൾക്ക് ഇതിലവർ ഞങ്ങളെ ട്രെയിൻ ചെയ്താൽ ഞങ്ങൾക്കത് മാറ്റാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആണുങ്ങൾ പറയുന്ന റെസ്പോൺസ് നിങ്ങൾ ട്രെയിൻ ചെയ്തോന്ന് പറയും. ഉടനെ അവർ ഗോൾ പോസ്റ്റ് മാറ്റിയിട്ട് പറയും പാട്രിയാർക്ക് ഞങ്ങളെ ട്രെയിൻ ചെയ്യാൻ സമ്മതിച്ചില്ല എന്ന് പറയും. ഈ പാട്രിയാർക്ക് എന്താ പിടിച്ചു വെച്ചിരിക്കുക? പുള്ളിക്കാരത്തി അങ്ങനെ പറയുകയാണെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവർ സംസാരിച്ച് അവരുടെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാമിന്റെ ലൊക്കേഷൻ പറ, ഞാൻ വരാം, എന്നിട്ട് എൻ്റെ ഒരു സ്റ്റെപ്പിനൊന്ന് മാറ്റിത്താ. സിമ്പിൾ. ഞാൻ പിന്നെ പറഞ്ഞു വെറുതെ നമ്മള് തർക്കിച്ച് നല്ലൊരു സുഹൃത്ത് ബന്ധം കളയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഞാൻ അത്ര പറഞ്ഞു. മാം ഇത്രയും ഡിഫെൻഡ് ചെയ്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ഡിഫെൻഡ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് മാറ്റാൻ അറിയും എന്ന് തോന്നുന്നു. അങ്ങനെ അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ലൈക്ക് ഇപ്പൊ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് നമ്മൾ സംസാരിച്ചോണ്ട് ഗ്രൂപ്പിലൊക്കെ സംസാരിക്കാൻ പറയുമ്പോൾ ഇത്രയും ആൾക്കാരുണ്ടല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ദിവസം നാം ഫ്രീ ആവുമ്പോൾ പറയാം, ഞാൻ വരാം, നമുക്ക് മാറ്റിയിട്ട് നമുക്കത് തെളിയിക്കാം. ഞാൻ പിന്നീട് അതൊരു പേഴ്സണൽ ചാറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ലാസ്റ്റ് പറഞ്ഞ് ഞാൻ പറയാത്ര ഞാനാണെങ്കിൽ ഞാനത് എങ്ങനെ ഡീൽ ചെയ്യുള്ളൂ. കാരണം എന്താ പറയുക, ഇപ്പൊ നിങ്ങൾക്ക് ഒരു പോയിന്റ് ആണ്, യു ക്യാൻ പ്രൂവ് യുവർ സെൽഫ് ദാറ്റ് യു ആർ വർത്തി ഇനഫ് ടു ചേഞ്ച് ദ ടയർ. നിങ്ങൾ പറഞ്ഞ പോയിന്റ് എങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. ഇപ്പൊ നമ്മൾ പോഷിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പോഷ് സത്യം പറഞ്ഞ ആണുങ്ങൾക്ക് ഹറാസ്മെന്റ് ഫയൽ ചെയ്ത് നോക്കാം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും. അതും അവിടെയും ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി മിക്കവാറും അതേ സമയത്ത് പെണ്ണെന്ത് ചെയ്യും, എന്നെ സെക്ഷൽ ഹരാസ് ചെയ്തു കൗണ്ടർ കംപ്ലൈന്റ് കൊടുക്കും, ആണ് പുറത്തു പോകും. അടുത്തൊരു കാര്യം എനിക്ക് നോക്കിയാണെന്ന് വെച്ചാൽ സെക്ഷൽ ഹറാസ്മെന്റ് അലിഗേഷൻ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സെക്ഷൽ ഹറാസ്മെന്റ് ഇവിടെ എന്തൊരു കാര്യമാണെങ്കിലും നമ്മുടെ സൊസൈറ്റിയിൽ മീഡിയയിൽ കണ്ടുവന്നിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നാളെ ഒരാൾ പറയുകയാണ് ഫയാസ് എന്നോട് മോശമായി പെരുമാറി, ഉടനെ തന്നെ പോലീസ് നമ്മളെ കേസ് എടുക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ തന്നെ അത് ചെയ്തത് ഒരാണാണെങ്കിൽ ഉടനെ അവന്റെ പടം, അവന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, ചിലപ്പോൾ മനോരമയും മാതൃഭൂമിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ റൂട്ട് മാപ്പ് വരെ ഇടും. പിന്നെ അപ്പൊ തന്നെ സൊസൈറ്റിയുടെ മുമ്പിൽ നമ്മള് കോടതി വിധിക്കണതിന് മുമ്പ് തന്നെ നമ്മളൊരു മോശക്കാരനല്ലേ കുറ്റക്കാരൻ എന്നുള്ള രീതിയിലായി. അതേസമയം ഫോർ എക്സാമ്പിൾ നിവിൻ പോളിയുടെ കേസ് എടുക്കാം. ദുബായിൽ വെച്ച് നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു അലിഗേഷൻ വന്നു. നിവിൻ പോളി ധൈര്യമായിട്ട് പ്രസ് മീറ്റിൽ വന്നിട്ട് പുള്ളി കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ ആളുകളെല്ലാം പുള്ളിയുടെ കൂടെ ആയിരുന്നു. ബട്ട് അതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ളതും പിന്നീട് പ്രൂവ് ചെയ്താണ്. ബട്ട് ഈ അലിഗേഷൻ ചെയ്ത ആളെ ഫയാസിന് അറിയോ? എനിക്കറിയില്ല. എന്തുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി മീഡിയാസ് പുറത്തുവിടുന്നില്ല? എന്തുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി അവർ പ്രൈവസി ആയിട്ട് കീപ്പ് ചെയ്തു? ഒരാള് അത് ഇന്ത്യൻ നിയമമാണ്. അത് യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു നിയമമാണ്. അതെ. പക്ഷെ ആ നിയമം ഏറ്റവും കൂടുതൽ ദുരുപയോഗമാണ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ നിയമത്തിൽ ആക്ച്വലി ഒരു ക്ലോസോടെ കൊണ്ടുവരണമായിരുന്നു. ഇഫ് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് വിത്തൗട്ട് റീസണബിൾ ഡൗട്ട് ദാറ്റ് ദി അലിഗേഷൻ ഇസ് ഫാൾസ്, ലൈക്ക് ഒരു ഇതുമില്ലാതെ കൺക്ലൂസീവായിട്ട് അത് പ്രൂവ് ആയി ആ ഉന്നയിച്ച ആരോപണം വ്യാജമാണ്, കൊടുത്ത പരാതി വ്യാജമാണ് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ഡീറ്റെയിൽസ് പുറത്തു വിടണം എന്നുള്ളൊരു നിയമം വേണമായിരുന്നു. ആ നിയമം അവിടെ ഇല്ല. അപ്പോഴും എന്താ പറയുക, പരാതിക്കാരിയുടെ ഐഡന്റിറ്റി സംരക്ഷിക്കണം. ഇപ്പൊ നിവിൻ പോളിക്ക് ഒരു സെലിബ്രിറ്റി ലേഡി ആയിരുന്നു, ഇതുപോലെ എന്തെങ്കിലും ഒരു അലിഗേഷൻ നടത്തിയത് ഒരാണായിരുന്നു എന്ന് വിചാരിക്കുക. അലിഗേഷൻ കൊടുത്തപ്പോ തന്നെ പുള്ളിയുടെ പടവും കാര്യങ്ങളും എല്ലാം എല്ലായിടത്തും വന്നിട്ടുണ്ടാവും. ഇന്നും അലിഗേഷൻ കൊടുത്തതിന്റെ പേരിൽ ഇപ്പോൾ ചില നടന്മാർ പുറത്തു വന്ന് പറഞ്ഞിട്ടുണ്ട്, ചില സ്ത്രീകൾ ഞങ്ങളെ ഉപയോഗിച്ചു എന്ന് പറയുമ്പോഴും ആ സ്ത്രീകളുടെ പേര് പറയാതെ പുരുഷന്മാർ മുഖം മാത്രമല്ലേ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ അതേസമയം ഞാൻ വേറൊരു കാര്യം കൂടി അതിൻ്റെ ഇടയിൽ കൂടെ പറയാം. ഈ ഹേമ കമ്മിറ്റി, നിവിൻ പോളിയുടെ കേസൊക്കെ വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്താണല്ലോ. ആ സമയത്ത് ഒരുപാട് സ്ത്രീകൾ അവനവൻ്റെ ഐഡന്റിറ്റി പുറത്ത് കാണിച്ചിട്ട് ഞങ്ങൾക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതിലൊരുവിധം എല്ലാം ഫേക്കായിരുന്നു. ഇപ്പോൾ മീനു മുനീർ, മുകേഷിനെതിരെയും അതേപോലെ കുറേ പേർക്കെതിരെയൊക്കെ ആരോപണമായിട്ട് വന്നു, ഇവരന്മാരൊക്കെ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന്. ഈ മീനു മുനീറിനോട് ഒരു ചാനൽ ചർച്ചയിൽ അവർ മുഖമൊക്കെ ബ്ലർ ചെയ്തിട്ട് പറഞ്ഞു, നിയമപ്രകാരം ഞങ്ങൾക്ക് നിങ്ങളുടെ മുഖം കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞത്, എനിക്ക് എൻ്റെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ടും നാലാൾ അറിയാനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, അങ്ങനെ കാണിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനോട് ഇരിക്കണമെന്ന് പറഞ്ഞ് എണീറ്റ് പോയി. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്ന് പച്ചയ്ക്ക് വ്യക്തമാണ്. പലരും സത്യം പറഞ്ഞ അതേപോലെ സിദ്ദിഖ്, റിയാസ് ഖാനെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ സ്ത്രീ ചൈനയിൽ ഡോക്ടറാവാൻ പഠിക്കാൻ പോയ സ്ത്രീയാണ്.
അവിടെ വെച്ച് സഹപാഠിയുടെ ഹോസ്റ്റലിൽ ഉള്ള പെൺകുട്ടികളുടെ വീഡിയോ, ഡ്രസ്സ് മാറ്റുന്ന വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് വേറെയുള്ളവർക്ക് അയച്ചു കൊടുത്തതിൻ്റെ പേരിൽ അവിടെ അത് തെളിഞ്ഞ് ഇവർ കോളേജിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയൊരു സ്ത്രീയാണ് ഈ സ്ത്രീ. അതിൻ്റെ ഇപ്പോഴും ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇവരെ പുറത്താക്കിയതിൻ്റെ കോളേജ് നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ച, ചൈനയിലുള്ള കോളേജിൽ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചതിൻ്റെ പ്രൂഫ് ഞാൻ ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സ്ത്രീ പണ്ട് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു 10-25 പേരോളം ഈ സ്ത്രീയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സ്ത്രീയുടെ ഡെഫിനിഷനിൽ പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ അവോയ്ഡ് ചെയ്താലും അത് പീഡനമാണ്. ആരുടെ ഡെഫിനിഷൻ അത്? ആ സ്ത്രീയുടെ ഡെഫിനിഷൻ പ്രകാരം പീഡനം എന്ന് പറയുന്നത് ഒരു സ്ത്രീ, ഇപ്പോൾ ഞാൻ ആ സ്ത്രീയെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പീഡനമാണ്. ശരി. എൻ്റെ കയ്യിൽ ഇപ്പോഴും ആ സ്ത്രീക്കെതിരെ ഒരുപാട് തെളിവുകളുണ്ട്. ഇപ്പോൾ കാസ്റ്റിംഗ്, സിനിമയിൽ അഭിനയിക്കാൻ കുറേ നോക്കി, കാസ്റ്റിങ്ങിനൊക്കെ പോയി സെറ്റായില്ല. കാസ്റ്റിങ്ങിന് പോയപ്പോൾ ഇവർ അഭിനയം ഭയങ്കര മോശമായതുകൊണ്ടോ അത് എന്ത് ക്രൈറ്റീരിയ കൊണ്ടാണോ എന്നറിയില്ല, ഈ സ്ത്രീയെ ആ കാസ്റ്റിംഗ് ടീം സെലക്ട് ചെയ്തില്ല ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അവിടെ ഇല്ലാത്ത, ഈ സ്ത്രീയെ നേരിട്ട് പോലും കാണാത്ത ആ കാസ്റ്റിംഗ് കമ്പനിയുടെ ഓണർ അല്ലെങ്കിൽ ചെയർമാനെതിരെ ഈ സ്ത്രീ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സിദ്ദിഖ്, റിയാസ് ഖാൻ, പിന്നെ ഏതോ SI പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ സ്ത്രീ കൊടുത്ത വ്യാജ പരാതി എടുത്തില്ല എന്നും പറഞ്ഞിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ SI ഈ സ്ത്രീയെ പീഡിപ്പിച്ചു എന്നാക്കി. അതാണ് ഇവരുടെ പീഡനത്തിന്റെ നിലവാരം. ഇപ്പോൾ ഞാൻ അതിന്റെ റിപ്പോർട്ടുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇതൊക്കെ ഫേക്ക് ആണെങ്കിൽ ഇവർക്കെതിരൊന്നും നിയമ നടപടി എടുക്കുന്നില്ല എന്നുള്ള, പിന്നെ എന്തിനാ സമ്മതിക്കില്ല. പിന്നെ എന്തിനാ ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 13 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ ഒരു 17 വയസ്സുള്ള ഒരു പെൺകുട്ടി പീഡിപ്പിച്ചു എന്ന് വെക്കാം. ആ 13 വയസ്സുള്ള പെൺകുട്ടിയെ പിടിച്ച് അകത്തിടുവോ 17 വയസ്സുള്ള ആൺകുട്ടിയെ പിടിച്ച് അകത്തിടുവോ? അല്ല, അതേ കേസാണല്ലോ ആൺകുട്ടിയെ പിടിച്ചല്ലേ അകത്തിടുള്ളൂ. പോക്സോ ആക്ട് പ്രകാരം 18 വയസ്സുള്ള ഒരു പെൺകുട്ടി 17 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയെ പിടിച്ച് അകത്തിടാം. പക്ഷെ അതേത് രണ്ടുപേരും 18 വയസ്സിന് താഴെയാണെങ്കിൽ 17 വയസ്സുള്ളൊരു സ്ത്രീ 13 വയസ്സുള്ളൊരു ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചാലും അവിടെ ആൺകുട്ടിയെ പിടിച്ചകത്തിടുള്ളൂ. ആൺകുട്ടിയെ ജുവനൈൽ കെയർ സെൻ്ററിലോട്ട് വിടും, പെൺകുട്ടിയെ സേഫാക്കും. അതാണ് പടം പോലും കാണിക്കില്ല ഇന്ത്യൻ നിയമം. പടം പോലും കാണിക്കാൻ പറ്റില്ല, കാരണം രണ്ടും കുട്ടികളാണ്. പക്ഷെ ആലോചിച്ച് നോക്കൂ, 13 വയസ്സ് ഉള്ള ഒരു ആൺകുട്ടി, ഒന്നും അറിയാത്തൊരു ആൺകുട്ടിയെ ഒരു 17 വയസ്സുള്ള ഒരു പെണ്ണ് പീഡിപ്പിച്ചിട്ട് ആ പയ്യനെ പിടിച്ച് ജുവനൈൽ ഹോമിൽ കൊണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്ര സ്ക്രൂഡപ്പാണ് നമ്മുടെ നിയമം എന്നുള്ളത്. പക്ഷെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും രാഷ്ട്രീയക്കാർക്ക് പറഞ്ഞു വരുന്നത് ഈ പറയുന്ന പോലെ ലേഡീസിന് കിട്ടുന്ന അവകാശങ്ങളെ മിസ്യൂസ് ചെയ്യുന്നവരെ പറ്റിയിട്ടാണ്. ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന ലേഡീസ് ഒക്കെ ഉണ്ട്. ഈ അവകാശങ്ങൾ മിസ്യൂസ് ചെയ്യുന്നതിന് കൂടെ തന്നെ സംസാരിക്കേണ്ട വേറൊരു കാര്യമാണ് ഇങ്ങനെയുള്ള അവകാശങ്ങൾ മിസ്യൂസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നവർ. നമ്മുടെ നിയമം, നമ്മുടെ രാഷ്ട്രീയക്കാർ, നിയമനിർമ്മാതാക്കൾ, ജഡ്ജിമാർ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നദീം മുസ്ലിമാണ്, മുസ്ലിം ബിലീഫിലുള്ള ചില ആൾക്കാർ ഒരു സ്ത്രീകളെ ഒരിക്കലും അധികാര സ്ഥാനത്തിലോട്ട് കൊണ്ടുവരരുത്, അല്ലെങ്കിൽ നീതിമാൻ, അങ്ങനത്തെ സാധനങ്ങൾ. പക്ഷെ ഞാൻ കണ്ടിടത്തോളം ഈ സ്ത്രീപക്ഷ ഉഡായിപ്പുകളിനെ ഏറ്റവും കൂടുതൽ എക്സ്പോസ് ചെയ്തിട്ടുള്ളതും സ്ത്രീകളായിട്ടുള്ള ജഡ്ജിമാരാണ്. അപ്പോൾ പല കേസുകളിലും കേരളത്തിൽ പുരുഷന്മാരായിട്ടുള്ള ജഡ്ജിമാരെപ്പോഴും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടും അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉഡായിപ്പുകൾക്ക് കുറച്ചൊക്കെ കണ്ണടയ്ക്കും. പക്ഷെ സ്ത്രീകളായിട്ടുള്ള ജഡ്ജിമാരുണ്ടല്ലോ, അവർക്കറിയാം, എടി മോളെ ഞാനും പെണ്ണല്ലേ, നീ എന്താ നിന്റെ ഉദ്ദേശം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് ലിറ്ററലി സ്ത്രീകളായിട്ടുള്ള ജഡ്ജിമാരാണ് ഏറ്റവും കൂടുതൽ സ്ത്രീപക്ഷമായിട്ടുള്ള ഉഡായിപ്പുകളെ എക്സ്പോസ് ചെയ്തിട്ടുള്ളതും അവിടുത്തെ യഥാർത്ഥ സത്യസന്ധത പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതും. അപ്പോൾ ഞാൻ പറയുന്നത് പെണ്ണുങ്ങളും ജഡ്ജിമാരും ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കേസുകളിൽ പെണ്ണുങ്ങളായിരിക്കണം ജഡ്ജിമാർ, എന്നാലേ ഈ ഉഡായിപ്പുകളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ഒരാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രീയക്കാരെന്തായാലും ഇല്ല. പിന്നെ ഉള്ളത് മെൻസ് കമ്മീഷൻ പോലൊരു സാഹചര്യം. ഇപ്പോൾ രാഹുൽ ഈശ്വർ പോലുള്ള ആൾക്കാരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 3 വർഷം മുമ്പ് 3-4 വർഷം മുമ്പ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പബ്ലിക് റെസ്പോൺസ് വീഡിയോസൊക്കെ ചോദിച്ച് പബ്ലിക്കിൻ്റെ അടുത്തുള്ള അവയർനെസ് ഒക്കെ കൊണ്ടുവരാൻ മെൻസ് ഡേ സമയങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ മെയിൻ സ്ട്രീം ആയിട്ട് രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാരൊക്കെ ശ്രമിക്കുമ്പോൾ അത് കുറച്ചുകൂടെ മെയിൻ സ്ട്രീം ആയിട്ട് വരുമല്ലോ. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്, നല്ലതാണ്. ചിലപ്പോൾ മെൻസ് കമ്മീഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആണുങ്ങൾക്ക്, ഇപ്പം നമ്മുടെ കേരളത്തിലെ ഓൺ ആൻ ആവറേജ് പറയുകയാണെങ്കിൽ ഒരു വർഷത്തിൽ 10 to 15,000 പുരുഷന്മാരാണ് ഒരു വർഷം കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്. നമ്മളറിയാത്ത നമ്പേഴ്സാണ്. 10 to 15,000 പുരുഷന്മാർ
കേരളത്തിൽ ഒരു വർഷം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ദിവസം ഓൺ ആൻ ആവറേജ് നല്ലൊരു എമൗണ്ട് ഓഫ് പുരുഷന്മാർ. 365 ദിവസത്തിൽ 15,000 പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക്. അപ്പോൾ അത്രയും പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നതിൽ പകുതിയിലേറെ പുരുഷന്മാർ ദാമ്പത്യ പ്രശ്നങ്ങൾ കാരണം ആത്മഹത്യ ചെയ്യുന്നതാണ്. സോ നമ്മുടെ നാട്ടിലെ ഫാമിലി കോർട്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഫെയിലിയർ ആണ് എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലിപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു സംഗതി വന്നല്ലോ, സിയ എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണ് ഒരു പയ്യനെ തള്ളിയിട്ട് കൊന്നതും അവളെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ. നന്നായി ഒരാളെ ഇപ്പൊ അവൻ കഷണ്ടി ആണെങ്കിൽ അവനെ കൊല്ലണമായിരുന്നു എന്ന് പറഞ്ഞാൽ സസ്പെൻഡ് ചെയ്തു 5 years. പക്ഷെ അത് സസ്പെൻഡ് ചെയ്തത് ഒരു കണ്ണിപ്പൊടിയിടുന്ന പരിപാടിയാണ്. കാരണം ഡെന്റൽ അവർക്ക് പ്രൈവറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം, അസോസിയേഷനായിട്ട് ബന്ധമില്ലാണ്ട് പ്രാക്ടീസ് ചെയ്യാം. ഡെന്റൽ അസോസിയേഷനാണ്, അവർക്ക് ഡെന്റൽ അസോസിയേഷനിൽ ബന്ധമില്ലെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. ഇനി അതിൽ വിദേശത്ത് പോയാലും അവിടെയും ജീവിക്കാം. ആണുങ്ങൾക്ക് പറ്റില്ല. അതേപോലെ തന്നെ അവളെ ജസ്റ്റിഫൈ ചെയ്തും അറേഞ്ച്ഡ് മാരേജ് ഭയങ്കര മോശമാണ്, അങ്ങനെ അറേഞ്ച്ഡ് മാരേജ് ആണ് പ്രശ്നം, അല്ലെങ്കിൽ അവന് കഷണ്ടിയാണ് പ്രശ്നം, അങ്ങനെയൊക്കെ പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നൊരു ഇൻട്രസ്റ്റിംഗ് നമ്പർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് 800ഓളം പുരുഷന്മാരെ കേരളത്തിലെ ഇന്ത്യയിലെ 5 സ്റ്റേറ്റിൽ മാത്രമേ നമ്പേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ നമ്പേഴ്സ് പോലും പുറത്തു വിടുന്നില്ല. ഭാര്യമാർ ഭർത്താക്കന്മാരെ കൊന്ന കേസുകൾ കേരളത്തിൽ 5 സംസ്ഥാനങ്ങളാണ് ഭാര്യമാർ അല്ലെങ്കിൽ പങ്കാളികൾ ഭർത്താവിനെ കൊന്ന കേസുകളുടെ നമ്പേഴ്സ് പുറത്തുവിട്ടത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് 790 കേസുകളുണ്ട് അങ്ങനെ സ്ത്രീകൾ ഭർത്താക്കന്മാരെ കൊന്ന കേസുകൾ. സോ അതിനെ അങ്ങനൊരു സാധനം പുറത്തു വന്നപ്പോൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേര്, ഈ പറയുന്ന സ്ത്രീപക്ഷ ആൾക്കാരും താങ്ങികളും പാവാട അലക്കുന്ന കുറേ ആൾക്കാരും വന്നിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ 5 വർഷത്തിൽ ഇത്ര 30,000 അങ്ങനെ എന്തോ ഒരു നമ്പേഴ്സ് എടുത്ത് വന്നിട്ടുണ്ട്, ഇത്രയും സ്ത്രീകൾ പുരുഷന്മാരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഭർത്താക്കന്മാരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ 800 സ്ത്രീകൾ ഭർത്താക്കന്മാരാൽ കൊല്ലപ്പെടുന്നു ഇന്ത്യയിൽ ഓൺ ആൻ ആവറേജ് NCRB കണക്ക് പ്രകാരം എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് വന്നു. അപ്പം ഞാനും സത്യത്തിൽ ഷോക്കായി പോയി. ഇത്രയും ഹ്യൂജ് നമ്പേഴ്സോ, ഒരു മാസം 800 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു നമ്പറാണ്. പിന്നെ ഞാൻ എന്താ പറയുക, ഞാനൊരു എന്താ പറയുക സൈക്കോ, ചില ആൾക്കാർ സൈക്കോ എന്നും പറയും, എൻ്റെ ഫ്രണ്ട്സൊക്കെ സൈക്കോ എന്ന് പറയും. ഇങ്ങനെ ചിലതൊക്കെ കേട്ട് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കുത്തിയിരുന്ന് തപ്പും. ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിലൊക്കെ ആ 1400 പേജുള്ള ജഡ്ജ്മെൻറ്റ് ഞാൻ കുത്തിയിരുന്ന് വായിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ വൈഫടക്കം എന്നെ കളയും, എനിക്ക് പ്രാന്താണ് അതൊക്കെ ഇരുന്ന് വായിക്കാൻ. അങ്ങനെ ഒരു ബിഹേവിയർ എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ NCRB ഡേറ്റ, ഞാൻ വേണമെങ്കിൽ അത് ഷെയർ ചെയ്ത് തരാം, NCRB ഡേറ്റ കുത്തിയിരുന്ന് വായിച്ചു നോക്കി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഒരു ലോ ഉണ്ട്, ഇപ്പോൾ സെക്ഷൻ 80 BNS എന്തോ ആണ്. മുമ്പ് അത് സെക്ഷൻ 3 എക്സാക്ട് നമ്പേഴ്സ് ഓർമ്മയില്ല, 300 സംതിങ് എന്തോ ആയിരുന്നു. ഇപ്പോൾ അത് 80 BNS എന്തോ ആണ്. ഇന്ത്യയിൽ ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ 7 വർഷത്തിനുള്ളിൽ സ്വാഭാവികമല്ലാത്ത അസ്വാഭാവികമായ ഒരു മരണം ആ സ്ത്രീക്ക് സംഭവിക്കുകയാണെങ്കിൽ, ആത്മഹത്യ ആവാം, അപകട മരണമാവാം, എന്തുമാവാം, ഗ്യാസ് പൊട്ടിത്തെറിക്കലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു ഭർത്താവും ഭാര്യയും കൂടി വാഹനത്തിൽ യാത്ര ചെയ്യാണ്, ആക്സിഡന്റ് സംഭവിച്ചു, ഭർത്താവ് രക്ഷപ്പെട്ടു, ഭാര്യ മരണപ്പെട്ടു, അങ്ങനത്തെ കേസാണെങ്കിൽ പോലും പ്രഥമ ദൃഷ്ട്യാ അത് ഗാർഹിക പീഡന സ്ത്രീധന കൊലപാതകമായി കണക്കാക്കപ്പെടും. അതാണ് ഇന്ത്യയിലെ നിയമം. ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ അസ്വാഭാവികമായ ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ ആ ഭർത്താവിനെതിരെ ഫസ്റ്റ് കേസ് ചാർജ് ചെയ്ത്, സ്ത്രീധന പീഡനത്തിനുള്ള കേസ് ചാർജ് ചെയ്തിട്ട് അന്വേഷണം ആരംഭിക്കും. എന്നിട്ട് അതിൽ കൺക്ലൂസീവ് ആയിട്ടുള്ളൊരു എവിഡൻസ്, അങ്ങനെ ഒരു ഗാർഹിക സ്ത്രീധന പീഡനം നടന്നിട്ടില്ല എന്നുള്ളൊരു കൺക്ലൂസീവ് ആയിട്ടുള്ളൊരു എവിഡൻസ് കിട്ടുവാണെങ്കിൽ മാത്രമാണ് പോലീസുകാർ അതിനെ ക്വാഷ് ചെയ്ത് കളയുള്ളൂ. ഇനി അതല്ല, മിക്കവാറും ഒരു മരണം നടന്നു കഴിഞ്ഞാൽ പെൺമക്കൾ മരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല, സ്ഥിരമുള്ള പരിപാടിയാണ്, മോളും മരിച്ചു കഴിയുമ്പോഴായിരിക്കും മോളുടെ അമ്മയ്ക്കും അച്ഛനും ഉണ്ടിരിക്കണമായിരിക്കും വെളിപാട് വരുന്നവര്, അയ്യോ അവളെ സ്ത്രീധനമായിട്ട് പീഡിപ്പിച്ചതെന്നും പറഞ്ഞുകൊണ്ട് വരുന്ന സാധനം. അവള് പലപ്പോഴും വിഷമമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ എണ്ണം എന്ന് പറഞ്ഞാൽ ഉടായിപ്പാണ്. കാരണം അതിൽ എന്തെങ്കിലും സെറ്റിൽമെന്റ് അങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ച് വരുന്ന നാറികളായിട്ടുള്ള മനുഷ്യന്മാരും ഉണ്ട്. അത് ഞാൻ ഓപ്പണായിട്ട് നാറി തന്നെ പറയും വേണം. കാരണം അങ്ങനത്തെ കുറെ കേസുകൾ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. മകള് മരിച്ചിട്ട് പോലും അതിൽ നിന്ന് എന്തെങ്കിലും ഫിനാൻഷ്യലായിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുന്ന പാരൻസ്. ഞാൻ കുറച്ച് കുടുംബ കോടതി കേസുകളൊക്കെ ഞാൻ ഇൻവോൾവ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ ലിറ്ററലായിട്ട് കണ്ടിട്ടുണ്ട്. കേരളത്തിലൊരു അച്ഛൻ, മോള് മരിച്ചു, അത് അയാൾക്കറിയാം അവളുടെ ഭർത്താവുമായിട്ടുള്ളൊരു പ്രശ്നത്തിൻ്റെ പേരിലല്ല എന്ന്. പുള്ളി ചോദിക്കുന്നത് 50 ലക്ഷം രൂപ സെറ്റിൽമെൻറ്റ് ചോദിക്കുന്നത്.
50 ലക്ഷം തന്നു കഴിഞ്ഞാൽ എൻ്റെ മോളെ നീ ഗാർഹികമായി പീഡിപ്പിച്ചിട്ടില്ല, സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ പറയാം. അതല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നുണ്ട്. കേരള ലൈക്ക് കുടുംബ കോടതികളെ നടക്കുന്ന പ്രഹസനങ്ങളാണ്. സോ അങ്ങനെയുള്ള പേരൻസ് ഉണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ അങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ എവിഡൻസ് ആക്ട് പ്രകാരം അത് നോട്ട് ചെയ്ത് കോടതിയിലോട്ട് വിടും, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കോടതിയിലോട്ട് വിടും. അപ്പോൾ ഈ നമ്പേഴ്സ് എടുത്ത ആൾക്കാർ, ഈ ഒരു മാസം 800 സ്ത്രീകൾ ആത്മഹത്യ ലൈക്ക് ഭർത്താവിനാൽ കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനം പൊക്കി പിടിച്ചുകൊണ്ട് വന്ന സ്ത്രീകൾ ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ലൈക്ക് കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് മാത്രമേ ഇവർ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മുടെ നാട്ടിലെ നിയമ സിസ്റ്റം അറിയാലോ, ജുഡീഷ്യറി എത്ര സ്ലോ ആണെന്നുള്ളത്. ഒരാൾക്കെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ചുരുങ്ങിയത് തൻ്റെ നിരപരാധിത്വമോ അല്ലെങ്കിൽ നീതി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5 വർഷം ഓൺ ആൻ ആവറേജ് എടുക്കും. ഈ 5 വർഷത്തെ കണക്ക് ബുദ്ധിപരമായിട്ട് കണ്ടുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, 5 വർഷത്തെ കണക്കെടുത്തിട്ട് പോലീസ് ചാർജ് ചെയ്ത എല്ലാ നമ്പേഴ്സും എടുത്തുകൊണ്ട് വന്ന് സൂയിസൈഡ് കേസസും എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു വർഷം 30 ദിവസത്തിൽ ഓൺ ആൻ ആവറേജ് 30 ദിവസത്തിൽ 800 സ്ത്രീകളെ ഭർത്താക്കന്മാർ കൊല്ലുന്നു എന്നും പറഞ്ഞിട്ട് കൊണ്ടുവന്നത്. അപ്പം ഞാൻ ആക്ച്വലി അതേ ലോജിക്ക് വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു വർഷം കേരളത്തിൽ തന്നെ 15,000 പുരുഷന്മാരെ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു മാസം 1000 പുരുഷന്മാരെ 1000-ൽ കൂടുതൽ പുരുഷന്മാരെ ഓൺ ആൻ ആവറേജ് ആത്മഹത്യ ചെയ്യുന്നു. അതിൽ 50% മേലെ ലൈക്ക് ദാമ്പത്യ പ്രശ്നം. അപ്പോൾ കേരളം എന്ന് പറയുന്നൊരു ഇതേ ലോജിക്ക് ഈ പറയുന്ന ഇവർ ഈ കാണിച്ച അതേ ലോജിക്കാണെങ്കിൽ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൽ മാത്രം ഒരു മാസം 500 പുരുഷന്മാരെ ഭാര്യമാർ കൊല്ലുന്നുണ്ട്. അങ്ങനെ വേണ്ട കണക്കാക്കാൻ ഇവർ പറയുന്ന അതേ ലോജിക്ക് മേടിച്ചു. പക്ഷെ അതും നമ്മുടെ നിയമങ്ങൾ. അപ്പം മെൻസ് കമ്മീഷൻ പോലൊരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ മേ ബി ഈ ആത്മഹത്യകളെങ്കിലും നമുക്ക് തടയാൻ പറ്റും. അവർക്കൊരു ഗൈഡ് ലൈൻ കൊടുക്കാനും. ഇപ്പം ഞാൻ എൻ്റെ ഈ സാധനം വൈറലായപ്പോൾ ഇതും കൂടിയാണ് എനിക്ക് പറയാനുള്ള ലാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. എൻ്റെ ഈ സംഗതി ലൈക്ക് ഈ തമ്മിൽ ഡിബേറ്റിലെ സംഗതി വൈറലായപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇതെടുത്ത് കാണിച്ചു തരാം, DM എടുത്ത് കാണിച്ചു തരാം. 1000-ലധികം പുരുഷന്മാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരനുഭവിച്ച പ്രശ്നങ്ങൾ പറയാൻ. ലൈക്ക് അത് ഞാൻ ഡോക്ടർ ഷമീന എന്ന് പറഞ്ഞിട്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് ഡിപ്രഷന് ഞാൻ ഇരുന്നിട്ടുണ്ട്. കാരണം എനിക്ക് പേഴ്സണലായിട്ട് ഡിപ്രഷൻ ഉണ്ടായിട്ടല്ല, ഇവരുടെ ഈ പ്രശ്നങ്ങൾ കേട്ട് എനിക്ക് നെഗറ്റീവായിട്ട് മാറിക്കൊണ്ട് അത്രത്തോളം പുരുഷന്മാർ 1000-ന് മേലെ. ഐ ക്യാൻ ലിറ്ററലി ഷോ യു മൈ ഇൻബോക്സ്. അപ്പോൾ അത്രയും പുരുഷന്മാർ ആരെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ വിഷമങ്ങൾ പറയാൻ ആരെങ്കിലും കിട്ടട്ടെ എന്ന്. പക്ഷെ അതിനിടയിലും ഒരുപാട് പേര് ഇത് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളി ചുരുളമുടിയൊക്കെ വെച്ചിട്ട് ഞാൻ പറയുമ്പോൾ മെൻസ് കമ്മീഷൻ വരാതിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെതിരെ ഒരു എതിർപ്പും അത് വരാതിരിക്കാൻ ഒരു കാരണം ഉണ്ടാവുകയാണെങ്കിൽ അതിന് കാരണക്കാർ സ്ത്രീകളോ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകളോ ആയിരിക്കില്ല, അയാളായിരിക്കും. കാരണം നമ്മളെ ഒരു സാധനത്തിന്റെ റെലവൻസിനെ നശിപ്പിക്കുകയാണ് അയാൾ അവിടെ ഇരുന്ന് ചെയ്യുന്നത്. നമ്മൾ ആണുങ്ങളുടെ പ്രശ്നങ്ങൾ, ആണുങ്ങൾക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പോയിന്റ് ഔട്ട് ചെയ്ത് ആ പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ അപ്പുറത്തെ സവാദിനെ പോലെയുള്ള ആൾക്കാർക്ക് പോയി മാലയിടലും കാണുന്ന എല്ലാ പെണ്ണുങ്ങളെയും കയറി തെറിവിളിക്കലും അതാണ് പുള്ളിയോട് ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഈ സാധനത്തിന്റെ ന്യായമായ ഒരു സംഗതിയെ പുള്ളി ഉടായിപ്പാണെന്ന് ഞാൻ എൻ്റെ തെളിവ് ചെയ്തുകൊണ്ട്. കാരണം ഇതേപോലെ പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാർ ഇപ്പം എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ഒരുപാട് വരുന്നു. ഞാൻ ഇന്നേ ഒരാളുടെ അടുത്ത് പോലും 1 രൂപ പോലും മേടിച്ചിട്ടില്ല. പുള്ളി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് ആണുങ്ങൾ ആരെങ്കിലും അവൻ്റെ വിഷമം ഷെയർ ചെയ്യാൻ വരുമ്പോൾ അത് ഞാൻ മെമ്പർഷിപ്പ് എടുക്കുമെന്ന് പറയും. ഇത് കാണുന്ന പുരുഷന്മാർക്കും കൂടിയുള്ളൊരു ഞാൻ നിങ്ങളുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നില്ല. ഇതിനെന്ത് വന്നു കഴിഞ്ഞാലും പറഞ്ഞ ഞാനാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത് കാണുന്ന പുരുഷന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഏത് മെൻസ് അസോസിയേഷൻ ആയാലും ശരി, ഇപ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ ആ ആളുകൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവർ നിങ്ങളോട് മെമ്പർഷിപ്പ് എടുക്കൂ അല്ലെങ്കിൽ കാശ് വേണം എന്ന് പറയുകയാണെങ്കിൽ ദയവ് ചെയ്ത് കൊടുക്കാതിരിക്കുക. ഈ കാശ് കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും ഭേദം ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വക്കീലിനെ കാണാൻ പറ്റും, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വക്കീലിനെ കാണാൻ പറ്റും. അതല്ലാതെ ഈ മെൻസ് അസോസിയേഷൻ എന്നും പറഞ്ഞ് 500 രൂപയും കൊടുത്ത് എവിടെയെങ്കിലും പോയിട്ടൊരു അസോസിയേഷന് രജിസ്റ്റർ ചെയ്തിട്ട് ആൾക്കാർ അവരവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ വരുമ്പോൾ 20,000 രൂപ മേടിക്കുന്നത് അസോസിയേഷന് മെമ്പർഷിപ്പ്. അസോസിയേഷന് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ 20,000 രൂപ മേടിച്ചിട്ട് ഈ ആൾക്കാരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ചതിക്കുഴികളിൽ പോയി പെടാതിരിക്കുക. ഓൾറെഡി ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരുത്തനെ വീണ്ടും ചതിക്കുകയല്ലേ. അമ്മാതിരി ഉടായ്പകൾക്ക് നിന്നു കൊടുക്കാതിരിക്കുക. ഇത് ആണുങ്ങളോടുള്ളൊരു ഇതാണ്. ഹോപ്പ്ഫുള്ളി നമുക്ക് മെൻസ് കമ്മീഷൻ വരട്ടെ, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ഗവൺമെന്റ് പ്രോസസ്ഡ് ആയിട്ടുള്ള മെൻസ് കമ്മീഷൻ വരട്ടെ എന്ന് പറയാനുള്ളൂ. നല്ല നല്ല മെൻസ് റൈറ്റ്സ് അസോസിയേഷനുകളുണ്ട്, മെൻസിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്.
പക്ഷെ അതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് കള്ളനാണയങ്ങളുണ്ട്. ഇപ്പോൾ ഈ അജിത് കുമാറിന്, ഞാനത് ഓപ്പണായിട്ട് പറയാം, വട്ടിയൂർക്കാവ് അജിത് കുമാർ എന്ന് പറയുന്ന ആളെ പോലുള്ള ഓൾ കേരള മെൻസ് അസോസിയേഷൻ പോലുള്ള ഇങ്ങനത്തെ ഉടായ്പകളും ഇഷ്ടം പോലെ ഉണ്ട്. അത് തിരിച്ചറിയേണ്ട അവനവൻ്റെ ഉത്തരവാദിത്വമാണ്. കുറച്ചുകൂടെ സേഫ് ആവുക, കുറച്ചുകൂടെ കാര്യങ്ങൾ. നിങ്ങൾ ഓൾറെഡി ഒരു ചതിക്കുഴിയിൽ, കല്യാണം എന്ന് പറയുന്ന ഓൾറെഡി ചതിക്കുഴിയിൽ പെട്ട് എന്താ പറയുക, അലിമണിയും ജീവനാംശമൊക്കെ കൊടുത്ത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ അസോസിയേഷനിലൊന്നും പോയി പെട്ട് വീണ്ടും കുഴിയിൽ നിന്ന് കുഴിയിലേക്ക് ചാടി പോവാതിരിക്കുക എന്ന് പറയാനുള്ളൂ. ഇപ്പം നമ്മൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി 1-2 കാര്യങ്ങളൂടെ ഉള്ളൂ. അതിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയ അല്ലെങ്കിൽ അതിശയമായിട്ട് തോന്നുന്ന കാര്യം, യുവതിയെ പലപ്പോഴായിട്ട് പീഡിപ്പിച്ചു, ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഈ ഒരു തവണ ഈ പറയുന്ന പോലെ പോയി ഒരാൾ വിളിച്ചു എന്ന് വിചാരിക്കുക, പോയി ഒരു മോശം അനുഭവം ഉണ്ടായി, പീഡിപ്പിച്ചു. പിന്നെ എങ്ങനെയാണ് ഒരാൾ ഈ 5, 6, 7, 8 തവണ നമ്മുടെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ പറ്റുന്നത്? 10 തവണ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. അങ്ങനെയൊക്കെയാണ് കേസ്. കേരളത്തിലെ പല സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ രാജ്യത്തെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. ഈ കൊണ്ടുപോയ പല സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗോവ, കുളുമണാലി, മൂന്നാർ, വയനാട് ഇങ്ങനെയുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും. ഇതിന്റെ ബേസിക് അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു നിയമമാണ്. ഇന്ത്യയിലുള്ള റേപ്പ് ലോസിനകത്ത് വരുന്ന ഒരു നിയമമാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ നിയമം അല്ലെങ്കിൽ ഇന്ത്യൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ടാക്സ് അടയ്ക്കുന്ന ഒരു പൗരനായിട്ട് തന്നെ ഞാൻ പറയട്ടെ, ഭയങ്കര ഹിപ്പോക്രിറ്റിക്കലും ഭയങ്കര എന്താ പറയുക അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇതാണ്, സംഗതിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒരുപാട് അഴിമതികളും ഒന്നും എവിടെയും എത്തിപ്പെടാതാവുന്നതും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര കൺസർവേറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ നിന്നുകൊണ്ട് തന്നെ ലിബറൽ ആയിട്ടുള്ള ഒരു സാധനം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പല രാജ്യങ്ങളും ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ടുള്ള നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഗൾഫ് കൺട്രീസ്, മിഡിൽ ഈസ്റ്റ്, അതുകൂടാതെ തന്നെ വേറെ പല യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ അത് പാലിച്ച് ആ സൊസൈറ്റി അങ്ങനെ പോകുന്നു. അല്ല US അതുപോലുള്ള രാജ്യങ്ങൾ ഭയങ്കര ലിബറൽ ആയിട്ടുള്ളതുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള നിയമങ്ങൾ പോകുന്നു. നമ്മുടെ ഇന്ത്യ രണ്ടിൻ്റെയും നടുക്കഷ്ടമായിട്ട് പെട്ടുപോയി. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആരും ചോദ്യം ചെയ്യാൻ പറ്റില്ല, ആർക്കും ഇതാക്കാൻ പറ്റില്ല. അത് ഭയങ്കര ലിബറൽ ആയിട്ടുള്ള അവരുടെ വ്യക്തി താല്പര്യങ്ങളായിട്ടുള്ള സാധനമാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ളൊരു തോട്ടാണ്. ഒരു സ്ത്രീ വിവാഹ വാഗ്ദാനം നൽകാതെ ഒരു പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടില്ല എന്നുള്ളത്. അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ എന്തോ നഷ്ടപ്പെടും എന്നുള്ള സാധനം. അത് സൊസൈറ്റി ഇതാവുന്ന, സൊസൈറ്റിയും നിയമവും വേറെ വേറെയാണെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ സൊസൈറ്റിയുടെ പെർസ്പെക്റ്റീവിൽ നിയമം നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഈ ഒരു സംഗതി അങ്ങനെയാണ് നിയമത്തിൽ ജസ്റ്റിഫൈ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധം വഷളാവുക, അല്ലെങ്കിൽ ഒരു അവിഹിതം പിടിക്കപ്പെടുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ആക്ച്വലി ഈ നിയമം യൂസ് ചെയ്യപ്പെടുന്നത്. ഒരു വിവാഹിതയായ സ്ത്രീ, ഭർത്താവ് ചിലപ്പോൾ ഗൾഫിലായിരിക്കും, ആ സമയത്ത് അവിടെ ഒരു കാമുകൻ ഉണ്ടാവും, അവനുമായിട്ട് കുളുമണാലി, ഊട്ടി, ഗോവ എല്ലാവിടെയും, കൊടൈക്കനാൽ എല്ലാവിടെയും കടന്ന് കറങ്ങും. അവസാനം ഭർത്താവ് നാട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ എങ്ങനെയോ ഈ സംഭവം അറിയും, പൊക്കും എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ പടക്കം പൊട്ടിക്കാനാണ് അവനത് ശ്രമിച്ചത്. അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിയാത്തൊരു സ്ത്രീയായിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ, അല്ല കല്യാണം കഴിഞ്ഞൊരു സ്ത്രീയായിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അവൻ സ്വാഭാവികമായിട്ട് നമ്മൾ സുഖം, ദീപസ്തംഭം, മഹാശ്ചര്യം, എനിക്കും കിട്ടണം നിനക്കും കിട്ടണം പണം എന്നുള്ള പെർസ്പെക്റ്റീവിലായിരുന്നല്ലോ. എടാ എൻ്റെ ഭർത്താവ് പൊക്കിയപ്പോൾ ഞാൻ ചെയ്യാൻ പറ്റും ചേച്ചി, ആഹാ അങ്ങനെ ആയോ, ഇയാൾ എന്നെ ഗാർഹിക പീഡനം, നീ എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. നിയമം അതിനെ അനുവദിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു. അരിയാഹാരം കഴിക്കണ ആർക്കാണെങ്കിലും മനസ്സിലാക്കിക്കൂടെ, ഒരു കുടുംബത്തിൽ പറഞ്ഞ ഒരാളാണ്, ഒരു അബദ്ധം പറ്റിയെന്ന് വിചാരിക്കുക, ഒരാളെ ഇഷ്ടപ്പെട്ടു, അയാളുടെ അടുത്ത് പോയി ഒരു മോശം അനുഭവം ഉണ്ടായി, ഏതെങ്കിലും പെണ്ണുങ്ങൾ പിന്നെ അവൻ്റെ മുഖത്ത് തിരിഞ്ഞു നോക്കൂ? ഒരു കുടുംബത്തിൽ പറഞ്ഞ, നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ ഒരു തെറ്റ് പറ്റിയെന്ന് വിചാരിക്കും, ഒരാളെ ഇഷ്ടപ്പെട്ടു, ഒരു മോശം അനുഭവം ഉണ്ടായ ആരെങ്കിലും തിരിഞ്ഞു നോക്കൂ? അല്ലെങ്കിൽ കേസ് കാര്യങ്ങൾ ഫയൽ ചെയ്യില്ലേ? അല്ലെങ്കിൽ സോഷ്യൽ കേസ് കാര്യങ്ങൾ ഇപ്പോൾ ആക്ച്വലി ഇവർ ചെയ്യുന്ന ഇതിലൊരു വേറൊരു സംഗതി എന്തെന്ന് പറഞ്ഞാൽ, പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കേസ് ഫയൽ ചെയ്യുമ്പോൾ മെഡിക്കൽ ടെസ്റ്റ് എടുക്കും. 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 6 മാസം മുമ്പ് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി ഫയൽ ചെയ്യുമ്പോൾ മെഡിക്കൽ ടെസ്റ്റ് എടുക്കാൻ പറ്റും. മെഡിക്കൽ ടെസ്റ്റിലൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? മൊഴി മാത്രം. പിന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം സ്ത്രീപക്ഷമായ നിയമങ്ങൾ, ഇതും വേറൊരു അറിവാണ്, കാണുന്ന ആണുങ്ങളുണ്ടെങ്കിൽ അറിഞ്ഞോ, ഇന്ത്യൻ നിയമപ്രകാരം സ്ത്രീപക്ഷമായ വകുപ്പുകളിൽ സ്ത്രീയുടെ മൊഴി എന്ന് പറയുന്ന ഒരു എവിഡൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒരു മൊഴി കൊടുക്കുകയാണെങ്കിൽ അതൊരു തെളിവായിട്ട് അംഗീകരിക്കണം. അത് ഉള്ളതാണെങ്കിൽ ഇല്ലാത്തതാണെങ്കിലും. ഇപ്പോൾ പല കേസുകളിലും
നമ്മുടെ നാട്ടിലെ റേപ്പ് കേസസ് ഒക്കെ ഇത്രയും ഓപ്ഷൻസ് ഇവർക്ക് കൊടുത്തിട്ടും ഇവർ പിന്നെയും ഈ റേപ്പ് കേസസ് ആലോചിച്ച് നോക്ക്, ഡേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 25% എന്തൊക്കെയാണ് കൺവിക്ഷൻ റേറ്റ്. ബാക്കിയെല്ലാം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ കൊടുത്ത മൊഴിയിൽ ഇവർക്ക് ആ മൊഴിയിൽ ഇവർ ഉറച്ചു വെക്കുന്നില്ല. ഇപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസിൻ്റെ ഒക്കെ വിധിപ്പകർപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സിറ്റിങ്ങിനും ഓരോ മൊഴിയാണ് ഈ പറയുന്ന അതിജീവിത എന്ന് പറയുന്ന ആൾ കൊടുക്കുന്നത്. ദിലീപിൻ്റെ കേസായി എടുത്തു നോക്കിയോ, ഓരോ സിറ്റിങ്ങിലും ഓരോ മൊഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ കേൾക്കുന്ന ജഡ്ജിന് എന്ത് തോന്നും? ഞാൻ തന്നെ ഒരു പരാതി കൊടുക്കണം ഒരാൾക്കെതിരെ, ഓരോ പ്രാവശ്യം കേസിന് വിളിപ്പിക്കുമ്പോഴും ഞാൻ ഓരോ കഥയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ കേൾക്കുന്ന ജഡ്ജിന് എന്ത് തോന്നും? വിശ്വാസം വരില്ല. അങ്ങനെയാണ് സ്ത്രീപക്ഷമായ കേസുകളിൽ കൺവിക്ഷനും അക്യൂറ്റിലൊക്കെ ഒരുപാട് നടക്കുന്നത്, ഇവർക്കെതിരായിട്ട് വരുന്നത്. അപ്പോഴും ഇവർ പറയുന്നത് തെളിവില്ലാന്ന്. ഈ തെളിവെന്ന് പറയുന്നത് ഇവരുടെ മൊഴി തന്നെ തെളിവായിട്ട് എടുക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഞാൻ തമാശ പറയുന്നില്ല, ഗൂഗിൾ എടുത്ത് അടിച്ചു നോക്കി, ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ അങ്ങനെയാണോ എന്നൊന്ന് അടിച്ചു നോക്കിയാൽ മതി. സ്ത്രീയുടെ മൊഴി പ്രാഥമിക തെളിവ് അതിനെ കൊളാബറേറ്റ് ചെയ്യുന്ന സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ കൺവിക്റ്റഡ് ആവും. ഇപ്പോൾ ഞാനും നദീമും ഇവിടെ ഇരിക്കുകയാണ്, നദീമും ഞാനും തമ്മിൽ ഇതാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞാനൊരു സ്ത്രീ ആണെങ്കിൽ ഈ സംസാരിക്കുന്ന സാധനം ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നില്ല. ഞാൻ പറയും നദീം എന്നോട് മോശമായിട്ട് ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചു എന്ന് പറയുന്നത്. ഇവിടെ ഓഡിയോ റെക്കോർഡിംഗ് ഒന്നുമില്ല, CCTV റെക്കോർഡിംഗ് ഉള്ളത് ഞാനും നദീം ഇരുന്ന് സംസാരിക്കുന്നതാണ്. സ്ത്രീ പോയിട്ട് അവിടെ മൊഴി കൊടുക്കുകയാണ്, നദീം എന്നോട് ഇന്ന വാക്കുകൾ ലൈംഗിക ചൊവ്വയായി സംസാരിച്ചു. ഈ മൊഴിയിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്, 5 സിറ്റിംഗ് 6 സിറ്റിംഗ് ഇരിക്കുകയാണ്, ഈ മൊഴിയിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. CCTV റെക്കോർഡിംഗ് നോക്കുമ്പോൾ നമ്മൾ രണ്ടിരുന്ന് സംസാരിക്കുന്നുണ്ട്, മതി, യു ആർ കൺവിക്റ്റഡ്. ദാറ്റ്സ് ഹൗ ദി ലോ ഈസ്. എന്ത് പറയാനല്ലേ, ഒരുമാതിരി മറ്റേടത്ത ലോ ആയി പോയി. അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും നിയമങ്ങളും പരിഗണനയും ഉണ്ടായിട്ട് പോലും ഇവർക്ക് കേസുകൾ ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരെത്ര പരാജയമാണ് ആസ് എ വ്യക്തി. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത്, ഇത് എൻ്റെ അഭിപ്രായമല്ല, പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞൊരു അഭിപ്രായമാണ്. കാരണം അവനത് പറയാനുള്ള സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവനെ നേരിട്ട അനുഭവങ്ങളും കൊണ്ട് കൂടിയാണ് പറയുന്നത്. അവൻ പറയുന്നത് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഇത്രയും നിയമങ്ങൾ, ഇപ്പോൾ ഡൗറി ആക്റ്റും ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ, ഭർത്താവ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അവൾ എന്തോ ചെയ്തിട്ടുണ്ട്. ആ കള്ളി വെളിച്ചത്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ആത്മഹത്യ ചെയ്യുന്നതെന്ന് എൻ്റെ കൂട്ടുകാരന്മാർ പലരും പറയുന്നുണ്ട്. ഞാൻ അഭിപ്രായം പറഞ്ഞില്ല, കാരണം മനുഷ്യൻ്റെ മെൻ്റൽ ഹെൽത്ത് പല തരത്തിലായിരിക്കും. പല ആൾക്കാരും പല കാരണങ്ങളും കൊണ്ട് ആത്മഹത്യയും സൂയിസൈഡ് ടെൻഡൻസി ഉള്ള ആൾക്കാരുണ്ട്. ചിലർക്ക് ചിലപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് അങ്ങനെ ആയിരിക്കും. പക്ഷെ അവൻ പറഞ്ഞപ്പോൾ ചില ആൾക്കാർ ആ പോയിന്റിനോട് അംഗീകരിച്ചു. ശരിയാണല്ലേ, ഇവർക്ക് നിയമപരമായിട്ട് ഇത്രയും ആനുകൂല്യങ്ങളും പോയി പറഞ്ഞ ഉടനെ ഭർത്താവിന് തൂക്കിയെടുത്ത് അകത്തിനുള്ള വകുപ്പൊക്കെ ഉണ്ടായിട്ടും പിന്നെ അവർ ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്തോ ഒരു കള്ളത്തരം ചെയ്ത് പൊക്കിയതുകൊണ്ടല്ലേ എന്ന് ഒരു സർട്ടൻ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ, ഇപ്പം ഞാൻ ഈ സംഭവം പഠിച്ചിട്ടുള്ളത് കൊണ്ടും സൈക്കോളജിയൊക്കെ കുറച്ച് അത്യാവശ്യം പഠിച്ചിട്ടുള്ളതും മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നമുക്കൊരു അറിവുള്ളതുകൊണ്ട് ഞാനത് അംഗീകരിച്ചില്ല. പക്ഷെ അത് അംഗീകരിക്കാൻ അറിയാത്ത കുറേ പുരുഷന്മാർ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കില്ലേ? പിന്നെ നദീമാണെങ്കിലും ചിലപ്പോൾ ചിന്തിച്ചു പോകും, ശരിയാണല്ലോ, പല പെർസ്പെക്റ്റീവ് ചിന്തിക്കും, പല രീതികളാണ്. അപ്പോൾ അങ്ങനെയും ആളുകളെ പരസ്പരം തമ്മിൽ തെറ്റിക്കാൻ ഇതും മതി. ലാസ്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ടോക്സിക് ആൻഡ് കസബ. കാരണം സെയ്റ്റ് നമ്മളത് പറഞ്ഞേ പറ്റുള്ളൂ എന്തായാലും. കാരണം കസബ എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതിനകത്ത് മമ്മൂട്ടി ഒരു ഫീമെയിൽ പോലീസുകാരിയുടെ പാൻറ്റിൽ പിടിച്ച് വലിക്കുക, അങ്ങനെ എന്തോ ഒരു സീനുണ്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ പറഞ്ഞ മീൻ വറുത്തത് കിട്ടാത്തപ്പോൾ മുതൽ ഫെമിനിസ്റ്റ് ആയവരടക്കമുള്ളവർ വന്നിട്ട് അതിനകത്ത് പറഞ്ഞു ഭയങ്കര സ്ത്രീ വിരുദ്ധതയാണ് കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്നത് ഒരുപാട് സംസാര വിഷയവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടായിരിക്കും ഈ പറയുന്ന ഫെമിനിസ്റ്റുകൾ, ഇപ്പോൾ പാർവതി തിരുവോത്തടക്കമുള്ളവർ എന്തുകൊണ്ട് ടോക്സിക്കിൻ്റെ, അതും അന്ന് പറഞ്ഞ ഗീതു മോഹൻദാസ് ഡയറക്റ്റ് ചെയ്ത ടോക്സിക്കിൻ്റെ ഇത്രയും നിലവാരമില്ലാത്ത വൾഗറായിട്ടുള്ള ടീസർ ട്രെയിലർ വന്നിട്ട് എന്തുകൊണ്ടായിരിക്കും മിണ്ടാത്തത്? ഇവരല്ലെങ്കിൽ സ്ത്രീകളുടെ റൈറ്റ്സിനെ കുറിച്ചും റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചും അവരുടെ കോണ്ടെക്സ്റ്റിൽ പലയിടത്തും സംസാരിക്കാറുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ഈ അഫ്ഗാനിസ്ഥാനിലെ കാര്യമോ അല്ലെ അതൊന്നും സംസാരിക്കില്ല. സിനിമാ ഫീൽഡിൽ പലപ്പോഴും അവരുടെ ആവശ്യം ഫീൽഡിൽ ഇപ്പോൾ പാർവതി തിരുവോത്ത് പലരും അന്ന് കാലഘട്ടത്ത് പറഞ്ഞ നിലപാടുള്ള സ്ത്രീ അങ്ങനെ ഞാൻ പറയുന്ന നിലപാടുള്ള സ്ത്രീ അല്ല പാർവതി തിരുവോത്ത്. ലൈക്ക് ഒരു വോക്ക് പൊളിറ്റിക്സ് എന്ന് പറയും ഈ ഒരു രാഷ്ട്രീയം. അവിടെ ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാർ പീഡിപ്പിക്കുമ്പോൾ തീവ്രത കുറഞ്ഞ പീഡനം, തീവ്രത കൂടിയ പീഡനം എന്നുള്ള ചില ഡയലോഗുകളൊക്കെ കേൾക്കുന്നുണ്ട്. അതായത് ഓപ്പോസിഷൻ പാർട്ടിയിലുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അത് ഭയങ്കര മോശം പീഡനം, അവനവൻ്റെ പാർട്ടി ചെയ്യുമ്പോൾ തീവ്രത കുറഞ്ഞ പീഡനം. ഇതേമാതിരത്തെ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവരും പറയുന്നത്. ഇവർ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഇവരെ എല്ലാ സാധനങ്ങളെന്ന് പറയുന്നത് ഹിപ്പോക്രസിയാണ് ബേസിക്കലി.
പാർവതി തിരുവോത്ത് തന്നെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു പദപ്രയോഗമാണ്. എന്താണ് സൂപ്പർ സ്റ്റാർ? സൂപ്പർ സ്റ്റാർ ഇസ് എ ബുൾഷിറ്റ് വേർഡ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് മനോഹരോ ഏതൊരു സിനിമ മോഹൻലാലും മമ്മൂട്ടിയും എല്ലാവരും അഭിനയിക്കുന്നൊരു പടം പാർവതി അടക്കം ഉള്ളൊരു സിനിമ വന്നപ്പോൾ പറയുന്നു എ ലോട്ട് ഓഫ് സൂപ്പർ സ്റ്റാർസ് കമ്പൈനിങ് ടുഗെദർ. അതേപോലെ പുഴു എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ ഒരു ഓഡിയോ ഒരു പരിപാടിക്ക് ഹീസ് എ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി. ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന വാക്ക് ഭയങ്കര മോശമാണ്, ബുൾഷിറ്റ് ആണെന്ന് പറഞ്ഞ ആൾ തന്നെയാണ് അപ്പുറത്ത് വന്നിരുന്നിട്ട് മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ. ലൈക്ക് അവനവന്റെ കാര്യങ്ങൾ മമ്മൂട്ടിയെ കവിത എന്ന് പറഞ്ഞെന്ന് പറയണ്ട. അങ്ങനെയല്ല, നമ്മൾ പറഞ്ഞ അതുകൊണ്ടാണ്. ഇപ്പൊ നേരത്തെ നദീമിനുണ്ടായ അനുഭവം പറഞ്ഞ സ്ത്രീകളുടെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ എഴുതാപ്പുറം വായിച്ച് ഇത് പണ്ട് ജോസഫൈൻ എന്ന് പറഞ്ഞിട്ടൊരു വനിതാ കമ്മീഷൻ പ്രസിഡന്റ് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. പുള്ളിക്കാരത്തി മരിച്ചുപോയി, പാവം ഒന്നും പറയാൻ പറ്റില്ല. ലൈക്ക് പുള്ളിക്കാരത്തി ലൈക്ക് മരിച്ചുപോയി. പുള്ളിക്കാരത്തി പറഞ്ഞു നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിലുള്ള ഒരു വാചകമോ വാക്കോ അടർത്തിയെടുത്ത് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്ത് നമ്മുടെ മൊത്തം സ്റ്റേറ്റ്മെന്റിനെ ഇൻവാലിഡേറ്റ് ചെയ്യുക. അതാണ് റീസെന്റ് ടോവിനോ ഫേസ് ചെയ്ത ഇഷ്യൂ. ടോവിനെ ഏതൊരു ഇന്റർവ്യൂവിൽ രണ്ടെണ്ണം അടിച്ച് സംസാരിക്കണ പോലെ എന്നുള്ള രീതിയിൽ പറഞ്ഞതിനെ കട്ട് ചെയ്ത് അതിന് വേണ്ട രീതിയിൽ. അതാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന സ്ഥാനവും സംഭവം. ലൈക്ക് ഇപ്പൊ ഈ ബോഡി ഷേമിങ് ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു സംഭവം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള അവർക്ക് വേണ്ട ഒരൊറ്റ സാധനം. ഇപ്പൊ ഞാൻ മറ്റേ തമ്മിൽ ഡിബേറ്റിൽ പോസ്റ്റർ ഒട്ടിക്കാൻ പോണത്, ഞാൻ അത് കൊളോക്കിയലായിട്ട് പറഞ്ഞൊരു വാക്കാണ് ലൈക്ക് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പൊളിറ്റിക്സ് ചെയ്തു വരണം എന്നുള്ളത്. അതുപോലെ ഉരുട്ടി തരിക എന്ന് അതൊരു ലൈക്ക് അത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇത് ചെയ്തു വന്ന്. പക്ഷെ ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡ് മാത്രം പിക്ക് ചെയ്തിട്ട് രാത്രി ഞങ്ങളും പോസ്റ്റർ ഒട്ടിക്കാൻ പോവേ, അല്ലെങ്കിൽ വീട്ടിൽ ഉരുള കിട്ടാറില്ലേ, ഇത് ലൈക്ക് ആ ഒരു സാധനം മാത്രം പിക്ക് ചെയ്ത് മൊത്തം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇൻവാലിഡേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇതാണ് പാർവതി തിരുവോത്ത് ഒരുപാട് കാലങ്ങളായിട്ട് സിനിമയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഈ മമ്മൂട്ടിയുടെ കസബ മൂവിയിലെ സ്ത്രീവിരുദ്ധ എന്ന് പറഞ്ഞാൽ മൊത്തം സീൻ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സീന് തൊട്ട് മുമ്പായിട്ട് കാണിക്കുന്നുണ്ട് ആ സ്ത്രീയാണ് മമ്മൂട്ടിയെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. വേറൊരു പോലീസുകാർ പറയുന്നുണ്ട് നീ ഇവിടെ ചോദിച്ചില്ലേ ഇവിടെ കുറച്ച് കോക്കി ആയിട്ടുള്ള പോലീസ് ഓഫീസർ ആരാണെന്ന് ചോദിച്ചില്ലേ. ആ ലൈക്ക് ആ സീനിൽ അതിന് തൊട്ട് മുമ്പത്തെ സീൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IPS പോലീസ് ഓഫീസറുണ്ട്. ആ സ്ത്രീയോട് മറ്റൊരു പോലീസുകാരി മമ്മൂട്ടിയെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറയും നീ ചോദിച്ചില്ലേ ഇവിടുത്തെ കുറച്ച് എന്താ പറയുക ചില്ലായിട്ടുള്ളൊരു പോലീസുകാരൻ കോക്കി ആയിട്ടുള്ളൊരു പോലീസുകാരൻ ആരാണെന്ന് ചോദിച്ചില്ലേ, അത് പുള്ളിയാണ് എന്ന് പറയുമ്പോൾ ഈ പോലീസുകാർ എന്തെന്ന് പറഞ്ഞാൽ ഷർട്ടിൻ്റെ ബട്ടൺസ് ഒക്കെ അയച്ചിട്ട് ഇവനെ സെഡ്യൂസ് ചെയ്യാൻ പോകുന്ന മാതിരി പോയിട്ടാണ് മമ്മൂട്ടിൻ്റെ അടുത്ത് പോയിട്ട് മമ്മൂട്ടിയുടെ സിഗരറ്റ് വലിച്ചേക്കും. പറയും ഇവിടെ സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് അറിയില്ല എന്ന് പറയും, കുറച്ച് ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടിട്ട് പറയും. അപ്പോൾ പറയും സോറി ശേഷം ഞാൻ ഇന്ന IPS ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ മമ്മൂട്ടി ആയാലും CA എന്നാണ്, IPS അല്ല. അപ്പോൾ കുറച്ച് ആറ്റിറ്റ്യൂഡും പട്ടിഷോക്കെ കാണിക്കുമ്പോൾ മമ്മൂട്ടി പറയും എന്നാ പോ എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഇവള് ഫക്ക് യു എന്ന് പറയും. അപ്പോൾ അവൻ തിരിച്ചു നിന്നിട്ട് പറയും പാർഡൻ ഫോർ നോട്ട് സല്യൂട്ടിങ് യു ബട്ട് ഐ വിൽ മേക്ക് ഇറ്റ് അപ് ടു യു പറഞ്ഞിട്ട് ബെൽറ്റ് കയറി പിടിക്കും. അതിനുള്ള ബെൽറ്റ് കയറി പിടിക്കും. അതാണ് സീന്. ഇതാണ് സ്ത്രീ വിരുദ്ധത, സ്ത്രീനെ അവഹേളിച്ചു എന്ന് പറയുന്നത്. ഈ ബെൽറ്റ് കയറി പിടിക്കുന്ന സീനിന്റെ ലെവലിലാണ് ടോക്സിക്കിലെ സീനുകൾ ഇരിക്കുന്നത്. അതാണ് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഇവൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ ലൈക്ക് റീസെൻ്റ് ആയിട്ട് ഉണ്ണി മുകുന്ദൻ്റെ ഒരു സീനിൽ ജഗദീഷിൻ്റെ ഒരു സീനുണ്ട്, വായിൽ തോക്ക് വെച്ചിട്ട് ലിറ്ററലി അതേ സീൻ തന്നെയല്ലേ റീക്രിയേറ്റ് ചെയ്തത് ഒരു സ്ത്രീയെ വെച്ചിട്ട്. അതെ, അത് സ്ത്രീ വിരുദ്ധതയല്ലേ. ഡയറക്ടർ ആരാ? ഗീതു മോഹൻദാസ്. ഇത്രയും നേരമായിട്ട് ഈ നിമിഷം വരെ ഈ ട്രെയിലർ ഇറങ്ങിയിട്ട് ഈ നിമിഷം വരെ ഈ പറയുന്ന പാർവതി തിരുവോത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിലെ ഏതെങ്കിലും സ്ത്രീപക്ഷവാദികൾ പാർവതി തിരുവോത്തിനെ മോട്ടറാക്കിയതാണല്ലോ ഗീതു മോഹൻദാസ് സെയ്റ്റ് എന്ന് പറഞ്ഞിട്ട്. തിരിച്ച് ഈ നിമിഷം വരെ പാർവതി തിരുവോത്തിന്റെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എങ്കിലും വന്നിട്ടുണ്ടോ ചെയ്തത് മോശമായി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്ത്രീകളെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട്? നയൻതാര മറ്റേ ധനുഷിനെതിരെ എന്തോ പറഞ്ഞപ്പോൾ തന്നെ ഫുള്ള് സ്റ്റോറി ഇടാനും പോസ്റ്റ് ഇടാനും ഐക്യദാർഢ്യവും പറഞ്ഞു പോയ ടീമുകൾ ഈ നിമിഷം വരെ ഇപ്പൊ ഈ പോഡ്കാസ്റ്റ് ഞാൻ ഇപ്പൊ ഷൂട്ട് ചെയ്തു, ഇനിയിപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും, എന്നാലും ഞാൻ പറയുന്നു എഡിറ്റ് ചെയ്ത് ഇനിയിപ്പോൾ റിലീസാവുന്ന സമയം അത് കേൾക്കുമ്പോൾ പോലും ഇറങ്ങിയിട്ടുണ്ടാവില്ല, ഇറങ്ങിയിട്ടില്ല. കാരണം അവർ പറയില്ല, ബിക്കോസ് ദേ ആർ ഹിപ്പോക്രൈറ്റ്സ്. അവർക്ക് നിലപാടല്ല ഉള്ളത്, അവസരം നോക്കി അവസരവാദികളാണ്, അത്രയേ ഉള്ളൂ. അതാണ് ഇവർക്ക്. ഒരു നിലപാടുള്ള ഒരാളൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഏത് കാര്യത്തിലും നിലപാട് അയാൾ അതിൽ ഉറച്ചു നിൽക്കും. ഇപ്പൊ ഞാൻ ആ ഒരു കാര്യത്തിൽ രാഹുൽ ഈശ്വറിനെ ഞാൻ അറിയില്ല, മെൻസ് കമ്മീഷന്റെ കാര്യം വട്ടിയൂർക്കാവ് അജിത് കുമാറിനെ ഞാൻ ഓപ്പോസ് ചെയ്യുമ്പോൾ പോലും രാഹുൽ ഈശ്വർ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടെ കോൺഗ്രസിനോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഇപ്പം ഞാനാണെങ്കിൽ പോലും ആസ് എ വ്യക്തി കമ്മ്യൂണിസ്റ്റ് കുറച്ച് എനിക്ക് ഓപ്പോസിഷൻ ഉണ്ട്. ഇപ്പോൾ ലൈക്ക് ഫേക്ക് റേപ്പ് കേസിനെതിരെയൊക്കെ ഞാൻ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീ പ്രീണനം നടത്തുന്ന ഒരാൾക്കെതിരെ ഒരു ലൈംഗിക ആരോപണം വരുമ്പോൾ നമുക്കത് ഫേക്ക് കേസാണെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ കുറച്ച് അവന് കിട്ടേണ്ടതാണ് എന്നുള്ളൊരു ഫീല് വരും. രാഹുൽ മാങ്കൂട്ടം ഇവിടെ ആലുവ മോഫിയ പറവേണ്ട ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി കുറച്ചുകൂടെ ഫെയിമിലോട്ട് കുറച്ചുകൂടെ കയറി വന്നത് മോഫിയയുടെ നീതിക്ക് വേണ്ടി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ബേസിക്കലി പിന്നീട് അതിൻ്റെ കുറേ കഥകളൊക്കെ പുറത്തു വന്നു. രാഹുൽ മാങ്കൂട്ടം ഒരുപാട് സ്ത്രീ പീഡന പരിപാടികൾ നടത്തിയിട്ടുണ്ട്. സ്ത്രീകളെ മറ്റേ പ്രീണിപ്പിക്കുക, ലൈക്ക് പീഡിപ്പിക്കുകയല്ല, പ്രീണിപ്പിക്കുക, പെണ്ണുങ്ങളെ ഞാൻ സ്ത്രീപക്ഷമാണ് എന്നൊക്കെ കാണിച്ചിട്ടുള്ള ആ ഒരു പ്രീണന പരിപാടികൾ. പുള്ളിക്ക് അവസാനം കേസൊക്കെ വന്നപ്പോൾ ഞാൻ മെൻ്റലി കുറച്ച് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. വേണ്ടതാണ്, നിനക്കത് വേണ്ടതാണ് മോനെ. അങ്ങനെ ഇപ്പോൾ വേടനെതിരെ കിട്ടിയപ്പോൾ ശ്രീകാന്ത് വെട്ടിയാർക്കെതിരെ വന്നപ്പോഴൊക്കെ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷെ എന്നാലും ഞാൻ ഓപ്പണായിട്ട് പറയാനില്ലേ, ഇത് വ്യാജമാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. ബട്ട് സ്റ്റിൽ അറ്റ് ദ സെയിം ടൈം ഇവർ കുറച്ച് അനുഭവിക്കേണ്ടതാണെന്നുള്ളത്. പക്ഷെ രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ പുള്ളി അതെന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഏത് പാർട്ടിയോ ഏത് പുരുഷനോ ആയിക്കോട്ടെ വ്യാജമാണെന്നുള്ളത് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതിനനുസരിച്ചിട്ട് ആ നിലപാടിലേക്ക് ആ ഒരു സംഘം അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ ഇത് സ്ത്രീപക്ഷം പറയുന്ന ഒരു സ്ത്രീകളും ഞാൻ കണ്ടിട്ടില്ല. വ്യാജ പരാതികളും വ്യാജ ലൈംഗിക ആരോപണങ്ങളും കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആരാ? സ്ത്രീകൾ തന്നെ. ഇപ്പോൾ ഒന്നും വേണ്ട, ഇപ്പോൾ നമ്മൾ ഈ ഹേമ കമ്മിറ്റി പാർവതി തിരോത്തൊക്കെ പൊക്കി പിടിച്ച് ലൈക്ക് ഭയങ്കര വിഷയമാക്കി കൊടുക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൽ യഥാർത്ഥത്തിൽ ദുരിതം അനുഭവിച്ച ഒരുപാട് സ്ത്രീകളുണ്ട് അല്ലേ? യഥാർത്ഥത്തിൽ കഷ്ടപ്പാട് അനുഭവിച്ച ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷേ ഈ മീനു മുനീറും അല്ലെങ്കിൽ നിവിൻ പോളിക്കെതിരെ വ്യാജ ആരോപണമൊക്കെ ഉന്നയിച്ച സ്ത്രീകൾ ആ ഒരു കമ്മിറ്റി റിപ്പോർട്ട് ആരും കണ്ടിട്ടില്ലാത്ത സ്ത്രീകൾ ആ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിട്ട ഉടനെ അതിനെ അവരുടെ വ്യാജ ആരോപണങ്ങൾ കൊണ്ട് ആ ഫെയിമിനെ അവർ യൂട്ടിലൈസ് ചെയ്തപ്പോൾ അവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോയ അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരുപാട് യഥാർത്ഥ വിഷയങ്ങൾ അവിടെ പോയില്ലേ? അതിനെക്കുറിച്ച് ഇവരാരെങ്കിലും ബോധേഡായോ? അതിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട്, ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷെ അവരുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ വിഷയങ്ങളോ ഒന്നും ചർച്ചയിൽ വന്നില്ല. കാരണം എന്താ? ഈ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ആ ഒരു അവസരത്തിനെ ഉപയോഗിക്കാൻ നിന്ന സ്ത്രീകൾക്കെതിരെ ഈ പറയുന്ന പാർവതി തിരോത്തോ ഗീതു മോഹൻദാസോ റീമ കല്ലിങ്കലോ സ്ത്രീപക്ഷം എന്ന് പറയുന്ന ഭാഗ്യലക്ഷ്മി ആരും ഈ സ്ത്രീകൾക്കെതിരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഒന്ന് നിൽക്ക്, ഈ കാര്യങ്ങളും കൂടി ചർച്ച ചെയ്യപ്പെടണം. ലൈക്ക് നിങ്ങളുടെ കാര്യം ഓക്കെ, നമുക്ക് പിന്നെ സംസാരിക്കാം, നിങ്ങൾക്ക് ഇതുണ്ട്, ഈ കാര്യങ്ങളും കൂടി ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറയാൻ പോലും ഇവർ നിന്നോ? ഇല്ല. അവർക്ക് ആ അവസരങ്ങൾ മുതലെടുക്കണമെന്നായിരുന്നു. അപ്പം അതിജീവിതയുടെ കേസും വിധി വന്ന ഉടനെ തലക്കെട്ടൊക്കെ ഇട്ട് റോഡിൽ പട്ടിഷോ കാണിച്ചു. ഇപ്പോൾ അതെ ആരെങ്കിലും ഉണ്ടോ? അവർക്ക് വേണ്ടവർക്ക് വേണ്ടിയിട്ട് മാത്രം വേണ്ട സമയത്ത് മാത്രം അവർ സംസാരിക്കും. ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അമ്മവങ്ങന്മാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്നും ആരും സംസാരിക്കില്ല. ഇതാണ് നമ്മൾ ഇപ്പോൾ അവസാനമായി. പക്ഷെ ഇതും നേരെ തിരിച്ച് നമ്മൾ തുടക്കത്തിൽ ഫെമിനിസത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ലേ, അതിൽ വന്ന സംഗതിയിൽ തന്നെ എത്തി നിൽക്കുകയാണ്. അവനവന്റെ കാര്യത്തിന് വേണ്ടി സർക്കാരുമായി ഡീലുണ്ടാക്കിയ ടീംസ് സെയിം തിങ്. അവനവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഡീലുണ്ടാക്കുന്ന ടീംസ്. അതല്ലാതെ ഇവർ സാധാരണക്കാരായ അല്ലെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ട് തുല്യത എന്ന് പറയുന്ന ഈ ഏതെങ്കിലും ഒരു വ്യക്തി എല്ലാ സ്ത്രീകൾക്കും എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവനവൻ്റെ നേട്ടങ്ങൾ അവനവൻ്റെ ബെനിഫിറ്റ്. പക്ഷെ ഇവരെ കണ്ട് ഇവരുടെ നിലപാടുകൾ അല്ലെങ്കിൽ ഈ വാട്സപ്പ് സ്റ്റാറ്റസും ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ കാണിച്ച് അതിനെ അവനവന്റെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർ കോടികൾ ഉണ്ടാക്കി ഇപ്പൊ സെറ്റിൽഡ് ആണ്. ഇപ്പൊ പാർവതി തിരുവത്തിരുന്ന് കഷ്ടപ്പാടും കണ്ണീരും പറയുന്നത് എന്ത്? ഇപ്പൊ എന്നെ ആരും സിനിമയ്ക്ക് വിളിക്കുന്നില്ല, എൻ്റെ കൂടെ ആരും സെൽഫി എടുക്കുന്നില്ല. കയ്യിലിരിപ്പിന്റെ പോട്ടെ, പക്ഷെ പട്ടിണിയൊന്നും കിടക്കുന്നില്ലല്ലോ. ഇല്ല. അവനവന് വരുമാനവും ഇല്ലേ? ഇപ്പൊ എനിക്കറിയുന്നൊരു പെൺകുട്ടിയുണ്ട്, എനിക്കറിയുന്നൊരു ഫാമിലി ഫ്രണ്ടായിട്ടൊരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. അവനവന്റെ വീട്ടിൽ അടുത്ത നേരത്തെ ഭക്ഷണത്തിനുള്ള ഇതുണ്ടോന്നുള്ള ബുദ്ധിമുട്ടാണ്. ഞാൻ ഓപ്പണായിട്ട് പറയാം. ഇപ്പോഴും പാർവതി തിരുവത്തിൻ്റെ നിലപാട് അത് ഇതുമിട്ട് ആ പെണ്ണിന് പണിക്ക് പോയി. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഓപ്പണായിട്ട്, നിനക്ക് പണിക്ക് പോയിക്കൂടെ? ഇപ്പോഴും വാപ്പ പണിയെടുത്തിട്ട് വീട്ടിൽ കൊണ്ടു തരണം എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇരിക്കുന്നത്. ആ പെൺകുട്ടീൻ്റെ അച്ഛൻ പറയണു നീ ജോലിക്ക് പോകാൻ മോളെ എന്ന്. ഞാൻ ലിറ്ററലി കണ്ട സീനാണ്. നീ ജോലിക്ക് പോകാൻ മോളെ എന്ന് പറയുമ്പോൾ എനിക്ക് പഠിക്കണം. എന്നാൽ പിന്നെ ഞാനൊക്കെ പഠിച്ച പോലെ പാർട്ട് ടൈം ജോലിക്ക് പോയിട്ട് പഠിക്കുക, അതും പറ്റില്ല.
ഇപ്പൊ അച്ഛനെ പ്രഷറൈസ് ചെയ്തുകൊണ്ട് UK പോയി പഠിക്കണം. ഇതാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെയുള്ള പെൺകുട്ടികൾ. പിന്നെ വേറെ കുറെ ചില ആളുകളുണ്ട് കുറെ നാൾ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിന്നിട്ടുണ്ടാവും. പിന്നെ ആ ഫീൽഡിൽ നിന്നൊന്ന് ഔട്ടായി ആരും നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഒട്ടും റിലവന്റ് അല്ല എന്ന് മനസ്സിലായി കഴിയുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ഈ പറയുന്ന പോലെ 15 കൊല്ലം മുമ്പ് എന്റെ അമ്മാവൻ എന്നെ പീഡിപ്പിച്ചു, 25 കൊല്ലം മുമ്പ് എന്നെ പീഡിപ്പിച്ചു, ഇത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ എങ്ങനെ ആര് തെളിയിക്കാൻ പറ്റില്ല. അതാണല്ലോ ബെനിഫിറ്റ്. അതെ, തെളിയിക്കാൻ പറ്റില്ല. ശരിയാണ്. ചിലപ്പോ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടാവും വന്നവരുണ്ടാവും. പക്ഷെ ഒരു സർട്ടൺ ട്രെൻഡ് ഉണ്ട് ചില സമയത്ത്. പ്രത്യേകിച്ച് ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസിന്റെ ഇടയിലാണ് കൂടുതൽ ഈ ട്രെൻഡുകൾ നമ്മൾ കാണാം. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് ഔട്ട് ആയി പോയി കഴിഞ്ഞു. കുടുംബജീവിതത്തിലായാലും ഇവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സിനിമാ നടികളെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുകയാണ്, സിനിമാ നടികൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫേമായിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് നല്ലൊരു ബിസിനസ്മാൻ ഒക്കെ വരുമ്പോൾ കല്യാണം കഴിച്ചിട്ട് സെറ്റിലാവും. ഈ സെറ്റിലായി കഴിഞ്ഞ് 10 കൊല്ലമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ രണ്ടുപേർക്കും അവനവൻ്റെ വർത്ത് കാണിക്കണം. യു ഹാവ് ടു ബ്രിങ് സംതിങ് ടു ദ ടേബിൾ. നേരത്തെ പറഞ്ഞ പോലെ ഭർത്താവ് വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഭാര്യ വീട്ടു ജോലി ചെയ്യണം. ഇങ്ങനെ ഒരു പണിയെടുക്കാതെ വീട്ടിൽ യജമാനത്തി കുഞ്ഞമ്മയായിട്ട് ഇരിക്കുമ്പോൾ ഭർത്താവ് ചിലപ്പോൾ ഒരു സാഹചര്യത്തിലും ചോദിക്കും, എന്തുവാ നീ എന്നെ കൊണ്ട് എന്തെങ്കിലും കുടുംബത്തിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടോയെന്ന്. അപ്പം അവിടെ മറ്റേ ഈഗോ അടിക്കും. അപ്പം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഡിവോഴ്സ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലോട്ട് പോവും. പിന്നെ ജീവനാംശം മേടിച്ച് വരുന്നൊരു അവസ്ഥയാണ്. അപ്പം ഡിവോഴ്സായി പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാനുള്ള വരുമാനമുണ്ട്, പക്ഷേ ആ ഒരു വാലിഡേഷനുള്ള സാധനവും ഇല്ല. ആ വാലിഡേഷൻ തിരിച്ചു കിട്ടാൻ എന്ത് ചെയ്യും? എന്നെ 15 കൊല്ലം മുമ്പ് ഇന്ന ഡയറക്ടർ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വരും. അപ്പം എന്തായി? വീണ്ടും ആ ഫെയിമും കാര്യങ്ങളൊക്കെ തിരിച്ചു വരുന്നു, ലൈംലൈറ്റിൽ നിൽക്കുന്നു. പിന്നെ വീണ്ടും കുറച്ച് ദിവസം ഡൗൺ ആവുന്നു, പിന്നെ വീണ്ടും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നു. ഇതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെന്ന് പറഞ്ഞാൽ ഭർത്താവുമായിട്ട് പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ തന്നെ ലൈക്ക് ഞാൻ കുറച്ച് മെൻ്റലി ഇതുണ്ട്, അല്ലെങ്കിൽ എനിക്കിപ്പോഴും എന്താ പറയുക വാലിഡിറ്റി ഉണ്ട്, വർത്ത് ഉണ്ടെന്ന് കാണിക്കാൻ, ഭർത്താവിനെ കാണിക്കാനും കൂടി വേണ്ടിയിട്ട് ഇന്ന കാലഘട്ടത്ത് എന്നോട് ഇങ്ങനെ മോശമായി പെരുമാറി, പക്ഷെ ഞാൻ തിരിച്ച് നല്ല രീതിയിൽ സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമണായിട്ട് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി കഴിയുമ്പോൾ വീണ്ടും ഈ കുറെ വെറൈറ്റി മീഡിയ, ജിഞ്ചർ മീഡിയ, പഞ്ചർ മീഡിയ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ടല്ലോ, ഇവരൊക്കെ കൂടി മറ്റേ പിന്നെന്താണ് നീലക്കുയിൽ, ഇവരൊക്കെ കൂടി അങ്ങ് പൊതിയും. പിന്നെ ഒരു ഇന്റർവ്യൂ ഒക്കെ ആയി ഒരു റിലവൻസ് ഇല്ലാതെ കിടന്നവരൊക്കെ നേരെ ലൈം ലൈറ്റിൽ. ജിഞ്ചർ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തായിരുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് പോർഷൻസ് ആയിട്ടായിരിക്കും ഇടുക. നമുക്ക് പറയണമെന്ന് തോന്നിയ കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ സ്ത്രീകൾക്ക് പല കാര്യങ്ങളും ആനുകൂല്യം ആവശ്യം ഉണ്ട്, അവർക്കത് കിട്ടുന്നുണ്ട്. സ്ത്രീകൾക്ക് ചില സർട്ടൻ കാര്യങ്ങളിൽ പരിഗണന ആവശ്യമുണ്ട്, പുരുഷന്മാർക്ക് ചില സർട്ടൻ കാര്യങ്ങളിൽ പരിഗണന ആവശ്യമുണ്ട്. സ്ത്രീകൾക്ക് ചില സർട്ടൻ കാര്യങ്ങൾ സ്ട്രോങ് ആണ്, പുരുഷന്മാർ ചില സർട്ടൻ കാര്യങ്ങൾ സ്ട്രോങ് ആണ്. ഇതിനെ പരസ്പരം മനസ്സിലാക്കി കോംപ്ലിമെന്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ പരസ്പരം കമ്പീറ്റ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാനാണെങ്കിൽ പോലും ഞാൻ പല സമയത്തും ഇതൊരു സത്യാവസ്ഥ നമ്മൾ അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ചില സമയത്ത് നമ്മൾ തന്നെ പറയും എന്താണുള്ളതെന്ന്. അതിന് കാരണം എന്താ പറയുക, നമുക്ക് തന്നെ ഇപ്പോൾ ആണുങ്ങൾക്ക് തന്നെ കോമ്പറ്റീഷൻ ആയിട്ട്, ഇപ്പോൾ നദീമ ആയാലും പോലും വേറെ ഏത് ആണുങ്ങളായാലും പോലും നമ്മുടെ അടുത്തൊരു കോമ്പറ്റീഷൻ. നമ്മൾ കാറിൽ ചുമ്മാ ഒരുത്തൻ സമാധാനത്തിൽ ഓടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ പോലും അപ്പുറത്തെ ഒരുത്തം വന്നിരുന്നിട്ട് റേസിന് വിളിക്കുക, വാടാ വിളിച്ചാൽ നമ്മൾ പോയില്ലേ. അതേപോലെ ഇപ്പോൾ പല ആണുങ്ങളും റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. കോമ്പറ്റീഷൻ ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ അവനവൻ്റെ ജീവിതം നന്നാക്കണം, പീസായിട്ട് ജീവിക്കണം എന്നുള്ള തോന്നലുള്ള ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവനവൻ്റെ വീട്ടിലെങ്കിലും. ഇപ്പം ഞാൻ പൊതുസമൂഹത്തിലും പബ്ലിക്കിലൊക്കെ കോമ്പറ്റീഷനെ കുറിച്ചും സ്ത്രീ പുരുഷ കോമ്പറ്റീഷൻ, പക്ഷെ നിങ്ങളെൻ്റെ വീട്ടിൽ വന്ന് നോക്ക്, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ സമാധാനത്തിലാണ് ജീവിക്കുന്നത്. പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഭാര്യയ്ക്ക് എനിക്ക് വയ്യേ, ഭാര്യ ഫുഡ് ഉണ്ടാക്കും, ഞാൻ വീട്ടിൽ പ്രൊവൈഡ് ചെയ്യും, അവൾ കുക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ ഫിനാൻഷ്യലായിട്ട് അവൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവളുടെ ഷെയർ അവൾ ചെയ്യുന്നുണ്ട്, എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കോംപ്ലിമെൻ്റ് ചെയ്ത് ജീവിക്കുക. പക്ഷെ പൊതുസമൂഹത്തിലോട്ട് അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്സിനെതിരെയാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് കോമ്പറ്റീഷൻ ആയിട്ട് മാറും. അതാണിപ്പോൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു നിർത്തിയ പോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പല കാര്യങ്ങളും പരിഗണനയും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. പക്ഷെ കൂടുതലും മിസ്യൂസാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പലയിടത്തും ഒരുപാട് മിസ്യൂസ് സ്ത്രീകൾക്ക് കൊടുക്കുന്ന, കോടതിയാണെങ്കിലും നിയമമൊക്കെ കൊടുക്കുന്ന പലതും ഈ പറയുന്ന പോലെ മീറ്റുമായിട്ടും
പല കാര്യങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. പിന്നെ സ്ത്രീയും പുരുഷനും അവരൊരിക്കലും ഈക്വൽ ആവില്ല. ഒരു രണ്ട് ഡിഫറെൻ്റ്ലി ബിൽഡ്, അവരുടെ എബിലിറ്റീസ് ഡിഫറെൻ്റ് ആണ്, അവരുടെ സ്ട്രെങ്ത്സ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഫയാസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭാര്യ ഭർത്താവാണെങ്കിലും ഈ പറയുന്ന പോലെ ആണ് പെണ്ണ് എന്നുള്ള രീതിയിൽ കമ്പീറ്റ് ചെയ്യാതെ കോംപ്ലിമെൻറ്റ് ചെയ്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.